ഹല്ലേലൂയ. മൈക്ക് എടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാവരും സമാധാനമായിട്ടിരിക്കുന്നു. എല്ലാവരും സമാധാനವಾಗಿದ್ದೀರಾ? സ്തോത്രം. ആമേൻ. കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കർത്തന വാക്യ കಡೆಗೆ ನಾವು ಬರೋಣ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രാർത്ഥനಯಿಂದ ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಆಗಿರೋಣ. ഇന്ന് ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ಇವತ್ತೊಂದು ಪ್ರತ್ಯೇಕವಾದ ವಿಷಯ ഞാൻ കുറച്ച് നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ನಾನು ಸ್ವಲ್ಪ ಸಮಯ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. ഞായറാഴ്ചത്തെ ഒരു ദൈവിക ആലോചനയ്ക്ക് വേണ്ടി. ಅಲ್ಲಿ ಮಾನವರ ಬೇಕಾಗಿರೋ ಒಂದು ದೇವರದ ಆಲೋಚನೆಗೋಸ್ಕರ പല കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ಹಲವಾರು ವಿಷಯಗಳು ನನ್ನ ಹೃದಯಗಳಿಂದ ಹಾದು ಹೋಯಿತು. എങ്കിലും ഇന്ന് പകൽക്കാലം ആമേൻ ദൈവം പ്രകാശിപ്പിച്ചു തന്ന ഒരു വിഷയം. ಆದ್ರಲ್ಲಿ ಇವತ್ತು ದೇವರು ನನಗೆ ಪ್ರಕಾಶನ ಮಾಡಿಕೊಟ್ಟಿದ ಒಂದು ವಾಕ್ಯವು. ഞാൻ ഈ വിഷയം എന്നാ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല ഇപ്പം. ಅಲ್ಲ, ಈ ವಿಷಯ ನಾನು ಯಾವಾಗ ಪ್ರಸಂಗ ಮಾಡಿದೆ ಎಂಬುದಾಗಿ ನನ್ನ ಚಿಂತೆಯಲ್ಲಿ ಇಲ್ಲ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ನೀವು ಪ್ರಾರ್ಥನೆಯಿಂದ ಗಮನಿಸಬೇಕು. ആമേൻ. ദൈവത്തിന്റെ അടുക്കൽ നമ്മൾ വരുമ്പോൾ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಾವು ಬರಬೇಕಂದ್ರೆ ദൈവം ഉണ്ട് എന്നും ದೇವರಿದ್ದಾರೆ ಎಂದು തന്നെ അന്വേഷിക്കുന്നവർക്ക് ತನ್ನನ್ನು ಹುಡುಕುವವರಿಗೆ ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് അറിയേണ്ടതല്ലേ. ಆತನು ಪ್ರತಿಫಲ ಕೊಡ್ತಾನೆ ಎಂಬುದಾಗಿ ತಿಳ್ಕೊಳ್ಳಬೇಕು. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ದೇವರನ್ನು ಹುಡುಕುವವರಿಗೆ ദൈവം പ്രതിഫലം കൊടുക്കും. ದೇವರನ್ನು ಪ್ರತಿಫಲವನ್ನು ಕೊಡುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ആമേൻ. ദൈവവചനമാണ്. ಅದು ದೇವರ ವಾಕ್ಯವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. പലരെയും കാണാനില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നേ. ಹಲವಾರು ಜನರನ್ನ ಕಾಣಿಸ್ತಾ ಇಲ್ಲ, ഒത്തിരി പേരെ കാണാനില്ല. ತುಂಬಾ ಜನರು ಬರಲಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. 1 മണിക്കൂർ ലേറ്റായി വന്നവരുന്ന് സ്വോത്രം പറയാൻ പറഞ്ഞ ഒത്തിരി പേര് കാണും. ഞാൻ സ്വോത്രം പറയാൻ പറയുന്നില്ല. അവിടെ സ്വോത്രം ദൈവത്തിന് വലിയ താല്പര്യമില്ലായിരിക്കും. 1 ಗಂಟೆ ಕಾಲ ಲೇಟಾಗಿ ಬಂದಿರೋರು ಸ್ತೋತ್ರಗಳಿಂದ ಹೇಳಿದರೆ, കാരണം ആരാധന കഴിഞ്ഞ് വന്നവർ സ്വോത്രം പറയുക. ಆರಾಧನೆ ಮುಗಿದ ನಂತರವಾಗಿ ಬಂದು ಸ್ತೋತ್ರವನ್ನು ಹೇಳ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. നമ്മൾ ഇന്ന് ഈ രോഗശാന്തിയെക്കുറിച്ച് 1-2 കാര്യം ചിന്തിക്കാൻ പോവാണ്. ನಾವು ಇವತ್ತು ರೋಗ ಸೌಖ್ಯದ ಕುರಿತಾಗಿ ಕೆಲ ವಿಷಯಗಳು ಚಿಂತೆ ಮಾಡ್ತೀವಿ. സ്തോത്രം. ಆಮೆನ್. രോഗശാന്തിയെക്കുറിച്ച് പറയാൻ എന്നോട് ചോദിക്കുക, നിനക്ക് എന്നാ റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ നമുക്ക് റൈറ്റ്. ഹല്ലേലൂയ. രോഗ സൗഖ്യത്തെ കുറിച്ചാಗಿ ಹೇಳೋದಕ್ಕೆ ನಿಮಗೆ ಏನು ಧೈರ್ಯ ಅಂತ ಕೇಳಿದರೆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಇರೋದು ಧೈರ್ಯ. സ്തോത്രം. ಆಮೆನ್. കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നു. ಕರ್ತನ ವಾಕ್ಯವನ್ನು ನಮಗೆ ಹೇಳಿಕೊಡ್ತಾ ಇದ್ದಾರೆ. ദൈവം സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. ದೇವರು ಸೌಖ್ಯದಾಯಕನು ಎಂದು. സ്തോത്രം. ಆಮೆನ್. ദൈവം സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. ಆತನ സൗಖ್യപ്രദായകನು. ബൈബിളിൽ കർത്താവ് ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്. ബൈബിളിൽ കർത്തന് ಹೀಗೆ ಒಂದು ಮಾತು ಹೇಳಿದ್ದಾರೆ. ഈജിപ്തിൽ നിന്ന് ജനത്തെ ദൈവം കൊണ്ടുവരുമ്പം ಐಗುಪ್ತ ದೇಶದಿಂದ ಜನರನ್ನ ದೇವರು ಬಿಡಿಸಿ ಕರ್ಕೊಂಡು ಬರುವಾಗ ചെങ്കടല് കടന്നു, ಕೆಂಪು ಸಮುದ್ರವು ದಾಟಿ ಬಂದಿದೆ. ഒരു 3 ദിവസം വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടി. ಒಂದು 3 ದಿನ ಕುಡಿಯೋ ನೀರಿಲ್ಲದೆ ಅವರು ಕಷ್ಟಪಟ್ಟಿದ್ರು. സ്തോത്രം. ಆಮೆನ್. ചിലപ്പം വെള്ളത്തിൽ കൂടെ കടന്നു വന്നാലും വെള്ളം കുടിക്കാനില്ലാതെ കഷ്ടപ്പെടാം. ಅಲ್ಲಿ ಒಮ್ಮೆ ನಾವು ನೀರು ದಾಟಿ ಬಂದರೆ ಕುಡಿಯೋದಕ್ಕೆ ನೀರಿಲ್ಲದೆ ಕಷ್ಟಪಡಬಹುದು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. അപ്പം 3 ദിവസം വെള്ളമില്ല. 3 ದಿನ ಕಾಲ അവർക്ക് ನೀರಿರಲಿಲ್ಲ. ആമേൻ. ಆಮೆನ್. ഇവര് പെറുപിറുക്കുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഇവർ ಗುಣಗುಟ್ಟೋದಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದರು. കാരണം അവർ വിചാരിച്ചു കാണും, ഹല്ലേലൂയ, ಯಾಕೆಂದ್ರೆ ಅವರು ಚಿಂತೆ ಮಾಡಿರಬಹುದು ഇനിയുള്ള യാത്ര മുഴുവൻ വെള്ളമില്ലാത്ത യാത്രയായിരിക്കും. ഇനി ಮುಂದೆ ಇರೋದು ಪ್ರಯಾಣವೆಲ್ಲ ನೀರಿಲ್ಲದೆ ಮಾಡಬೇಕಾಗಿರೋದು ಪ್ರಯಾಣವೆಂದು. മരുഭൂമിയിൽ എവിടെയാ വെള്ളം? ಅರಣ್ಯದಲ್ಲಿ ಎಲ್ಲಿ ನೀರು ಸಿಗುತ್ತದೆ? സ്തോത്രം. ಆಮೆನ್. അപ്പോൾ ആദ്യമായിട്ട് ഒരു വെള്ളപ്രശ്നം ഉണ്ടായി. ಮೊದಲನೇದಾಗಿ ಒಂದು ನೀರಿನ ತೊಂದರೆ ಉಂಟಾಯಿತು. സ്തോത്രം. ಆಮೆನ್. വെള്ളത്തിന്റെ പ്രശ്നം. ಅಲ್ಲಿ ನೀರಿನ ತೊಂದರೆಯು.
അപ്പോൾ അവർ മോശയോട് കലഹിച്ചു. ಅಲ್ಲಿ ಆವಾಗ ಅವರು ಮೋಶೆಯೊಟ್ಟಿಗೆ ಗುಣಗುಟ್ಟಿದರು. അവിടെ ಅಲ್ಲಿ മാറ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ಅಲ್ಲಿ ಮಾರ ಎಂದ ಒಂದು ಜಾಗ ಇತ್ತು. മാറ. ಮಾರ. അപ്പം മാറയിലെ വെള്ളം, ಆ ಮಾರಾಯಲ್ಲಿರುವ ನೀರು കയ്പായിരുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ಅದು ಬಹಳ ಕಹಿಯಾಗಿತ್ತು ಎಂದು ಬೈಬಲಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. ಇದಾಗಿದೆ ಅಲ್ಲಿದು ತೊಂದರೆ. ഇതാണ് വിഷയം. ಇದಾಗಿದೆ ಅಲ್ಲಿದು ತೊಂದರೆ. അപ്പം കയ്പുള്ള വെള്ളം കുടിച്ചാൽ രോഗം ഉണ്ടാവും. ಆ ಕಹಿ ನೀರು ಕುಡಿದ್ರೆ ಕಾಯಿಲೆ ಉಂಟಾಗುತ್ತೆ. കുടിക്കാൻ പറ്റിയല്ല. ಅದು ಕುಡಿಯೋದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ കുടിയന്മാരൊക്കെ എത്ര കയ്പുണ്ടെങ്കിലും കുടിക്കും, കണ്ണടച്ച് പിടിച്ചിട്ട് കുടിക്കും. ಅಲ್ಲಲ್ಲಿ ನಮ್ಮ ಕುಡುಕರು ಎಷ್ಟೇ ಕಹಿಯಾಗಿದ್ರೇಲೂ ಅವರ ಮದ್ಯವನ್ನು ಕುಡಿಯುತ್ತಾರೆ. കണ്ണടച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്പ് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുടിച്ചിട്ടില്ല അധികം. ദൈവത്തിന് സ്തോത്രം. ಕಣ್ಣು ಮುಚ್ಚಿ ಕುಡಿದ್ರೆ ಜಾಸ್ತಿ ಕಹಿಯನ್ನು ಎಣ್ಣೆಗೆ ತೋರಿಸಿಲ್ಲ ಅಂತ ಅನ್ಸುತ್ತೆ, ಅದಕ್ಕೆ ಅವರು ಕಣ್ಣು ಮುಚ್ಚಿ ಕುಡಿತಾರೆ. ചിലർ മൂക്കും കൂടെ പൊത്തി പിടിച്ചിട്ട് കുടിച്ചു കളയും. ಕೆಲವರು ಮೂಗು ಕೂಡ ಗಟ್ಟಿಯಾಗಿ ಇಟ್ಕೊಂಡು ಕುಡಿಯುತ್ತಾರೆ. പക്ഷേ ഈ ഇസ്രായേൽ മക്കൾക്ക് ആമേൻ മാറായിലെ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. ಆದ್ರೆ ಇಸ್ರೇಲ್ ಮಕ್ಕಳಿಗೆ ಆ ಮಾರಾಯಲ್ಲಿ ಇರುವ ನೀರು ಕುಡಿಯೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇರಲಿಲ್ಲ. അപ്പോൾ അവർ ആമേൻ മോശയോട് വഴക്കുണ്ടാക്കി. ಆವಾಗ ಅವರು ಮೋಶೆಯೊಟ್ಟಿಗೆ ಗಲಾಟೆ ಮಾಡಿದನು. അപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു മരം കാണിച്ചു കൊടുത്തു. ಆಗ ದೇವರು ಮೋಶೆಗೆ ಒಂದು ಮರವನ್ನು ತೋರಿಸ್ಕೊಟ್ಟಿದರು. ആ മരം മുറിച്ച് മോശ മാറായിലെ വെള്ളത്തിലിട്ടു. ಆ ಮರದ ಒಂದು ಗೊಂಬನ್ನು ಕಟ್ ಮಾಡಿ ಆ ಮೋಶೆಯನ್ನು ಆ ನೀರೊಳಗೆ ಹಾಕಿದರು. അങ്ങനെ മാറായിലെ വെള്ളം മധുരമായിട്ട് മാറി. ಆಮೇನ್. ಹಾಗೆ ಆ ಮಾರಾಯಲ್ಲಿದ್ದ ನೀರನ್ನು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ರು. ആമേൻ. ಹಲ್ಲೆಲೂಯ. കുടിക്കാൻ പറ്റിയ വെള്ളമായി മാറിയെന്നല്ല, ಅದು ಕುಡಿಯೋದಕ್ಕೆ ಸಾಧ್ಯವಾದ ನೀರಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ದು ಎಂದಲ್ಲ, അത് ആമേൻ മധുരമുള്ള ഒരു ജ്യൂസായി മാറി. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ಅದು ಬಹಳ ಸಿಹಿ ಇರುವ ಒಂದು ಹಾಲಲ್ಲಿ ಒಂದು ಜ್ಯೂಸ್ ತರ ಮಾರ್ಪಟ್ಟಿದ್ರು. ദൈവത്തിന് സ്തോത്രം. ಆಮೇನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. അപ്പം പിറുവിറുക്കുന്നതിന് മുമ്പ് ദൈവത്തിന് അത് തന്നെയായിരുന്നു പ്ലാൻ. ಆಮೇಲೆ ಗುಣಗುಟ್ಟದಕ್ಕೂ ಮುಂಚೆದೆ ದೇವರಿಗೂ ಅದೇ ಪ್ಲಾನ್ ಇತ್ತಿದ್ದು. അപ്പോൾ ഇവർ പിറുവിറുത്ത് കഴിഞ്ഞപ്പോൾ ಇವರು ಗುಣಗುಟ್ಟಿದ ನಂತರ ദൈവം അവർക്ക് നിയമം കൊടുത്തു. ನಂತರವಾಗಿ ದೇವರು ಅವರಿಗೆ ಕಟ್ಟಳೆಯನ್ನು ಕೊಟ್ಟಿದ್ದರು. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്, വായിക്കണ്ട. ಎಕ್ಸೋಡಸ್ 15ನೇ ಅಧ್ಯಾಯವಾಗಿದೆ ಹೇಳ್ತಾ ಇರುವುದು. സ്തോത്രം. ಆಮೆನ್. അവർക്ക് നിയമം കൊടുത്തു. അവർക്ക് ಕಟ್ಟಳೆಗಳನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದರು. ഒരു ചട്ടം ജീവിക്കാൻ വേണ്ടി ദൈവം കൊടുത്തു. അവർക്ക് ಹಾಲೆಲೂಯ ಕೆಲ ಕಟ್ಟಳೆಗಳನ್ನು ಅವರು ಜೀವಿಸೋದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ಕೊಟ್ಟಿದ್ದರು. കാരണം ಯಾಕೆ ಅಂದರೆ ഈ മരുഭൂയാത്ര ಈ ಅರಣ್ಯ ಪ್ರಯಾಣವು ലക്കും ലഗാനവും ഇല്ലാതെ പോകാനുള്ളതല്ല. ಯಾವುದೇ ದಿಕ್ಕಿಲ್ಲದೆ ಹೋಗೋದಕ್ಕೆ ಆಗುವುದಲ್ಲ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. പലരും ആമേൻ ഇപ്പോൾ ജീവിക്കുന്ന പോലെ ಹಲವಾರು ಜನರು ಹೀಗೆ ಜೀವನ ಮಾಡುವಂತೆ ദൈവത്തിനും ദൈവസഭയ്ക്കും ശുശ്രൂഷകർക്കും കീഴ്പ്പെടാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ಹಾಲೆಲೂಯ. ದೇವರಿಗೂ ದೇವರ ಸಭೆಗೂ ದೇವರ ದಾಸನಿಗೂ ಕೀಳ್ಪಡಿಯಾದ ಜೀವಿಸುವ ತುಂಬಾ ಜನರಿದ್ದಾರೆ. അപ്പോൾ അവർ പിറുവിറുത്തപ്പോൾ ಹಾಗೆ ಅವರು ಗುಣಗುಟ್ಟುವಾಗ ആമേൻ ദൈവം വെള്ളത്തെ മധുരമാക്കി കൊടുത്തു. ದೇವರು ನೀರನ್ನು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾರೆ. എങ്കിലും അവർക്ക് ചട്ടവും നിയമവും ദൈവം കൽപ്പിച്ചാക്കി. ಆದ್ರೆ ಕೂಡ ದೇವರು ಅಲ್ಲಿ ಕಟ್ಟಳೆಗಳನ್ನು ನಿಯಮಗಳನ್ನು ಅವ್ರಿಗೆ ಅಲ್ಲಿ ನೇಮಿಸಿ ಹಾಕಿದ್ರು. മാറായി ഇച്ചിരി മുന്നോട്ട് വന്നപ്പോൾ ಅಲ್ಲಿ ಆ ಮಾರಾಯಿಂದ ಇನ್ನು ಸ್ವಲ್ಪ ಮುಂದೆ ಪ್ರಯಾಣ ಮಾಡಿ ಬರುವಾಗ ദൈവം അവരെ കുറിച്ചുള്ള തന്റെ പ്ലാൻ പിന്നെയും വെളിപ്പെടുത്തി. ದೇವರು ಅವರನ್ನೇ ಕುರಿತಾಗಿರುವ ತನ್ನ ಪ್ಲಾನ್ಗಳು ಅವ್ರಿಗೆ ಪ್ರಕಟಪಡಿಸಿಕೊಟ್ಟಿದ್ರು. അവർ ഏലീമിലെത്തി. ಅಲ್ಲಿ ಅವರು ಏಲೀಮ್ ದೇಶಕ್ಕೆ ತಲುಪಿದರು. അവിടെ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. ಅಲ್ಲಿ 12 ನೀರಿನ ಹುಕ್ಕುಗಳು ಮತ್ತೆ 70 ಅಂಜೂರದ ಮರಗಳು ಇತ್ತಿದೆ ಎಂಬುದಾಗಿ ವಾಕ್ಯದಲ್ಲಿ ಬರೀತಾ ಇದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ഇത് മധുരമുള്ള വെള്ളമായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. ಹಾಲಲ್ಲಿ ಅದು ಸಿಗಿ ಇತ್ತಿದ ನೀರಂದು ಗೊತ್ತಿಲ್ಲ. പക്ഷേ ಆದರೆ 12 നീരുറവകൾ അവിടെ ഉണ്ടായിരുന്നു. ಅಲ್ಲಿ 12 ನೀರಿನ ಹುಕ್ಕುಗಳಿತ್ತು. വെള്ളമില്ല എന്ന് വിചാരിച്ചോടത്ത് ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയവർക്ക് ആമേൻ 12 നീരുറവകൾ ദൈവം തുറന്നു. ಆಮೇಲೆ ಹಾಲಲ್ಲಿ ನೀರಿಲ್ಲ ಎಂಬುದಾಗಿ ಗುಣಗುಟ್ಟಿ ಪ್ರಯಾಣ ಮಾಡದಿರೋರಿಗೆ ದೇವರು 12 ನೀರಿನ ಹುಕ್ಕುಗಳನ್ನು ತೆರೆದು ಕೊಟ್ಟಿದ್ದರು. 70 ഈത്തപ്പനയുടെ മരങ്ങൾ വെച്ചു. 70 ಅಂಜೂರ ಮರದ ಹಣ್ಣುಗಳಿರೋ ಮರಗಳನ್ನು ಕೂಡ ದೇವರು ಕೊಟ್ಟರು. ಕಂಜೂരം, ಖರ್ಜೂರ ಮರವು ಕೂಡ ದೇವರು ಕೊಟ್ಟಿದ್ದರು. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಆಮೆನ್. ಖರ್ಜೂರದ ಮರದ ಆಮೇನ್ ಮರವು 70 ಮರಗಳು. ಆಮೇಲೆ ಖರ್ಜೂರ ಹಣ್ಣಿರದ ಮರಗಳು
70. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉടനീളം ಹಾಲೆಲೂಯ. ಆವಾಗ ಅವರ ಪ್ರಯಾಣದಲ್ಲಿ ആമേൻ ഒരു തീക്കൽ പാറ പിളർന്നിട്ട് ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. ಒಂದು ಬೆಂಕಿಯ ಬೆಟ್ಟೆಯನ್ನು ಹಾಲಲ್ಲಿ ಒಡೆದು ದೇವರು ಅಲ್ಲಿಂದ ನೀರನ್ನು ಕೊಟ್ಟಿದ್ದರು. ആ തീക്കൽ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തീക്കൽ പാറ എന്നാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തിന് സാധ്യതയില്ലാത്ത പാറ. ಆ ಬೆಂಕಿಯ ಬೆಟ್ಟೆ ಅಂತ ಹೇಳಿದ್ರೆ ಯಾವತ್ತೂ ಆ ಒಂದು ನೀರಿಗೆ ಒಂದು ಸಾಧ್ಯತೆ ಇಲ್ಲದಿರೋದೊಂದು ആ പാറയെ ദൈവം തുറന്നു. ಆ ಬೆಟ್ಟೆಯನ್ನು ದೇವರು ತೆರೆದಿದ್ದರು. സ്തോത്രം. ಆಮೆನ್. ആ 40 വർഷം അവരുടെ പിന്നാലെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ಆ 40 ವರ್ಷ ಕಾಲವು ಅವರ ಹಿಂದೆ ಆ ನೀರನ್ನು ಹರಿತಾ ಇದ್ರು. മരുഭൂമി മുഴുവൻ ഇവർ ചുറ്റി. ಆಮೇಲೆ ಅರಣ್ಯ ಪೂರ್ತಿಯಾಗಿ ಅವರು ಸುತ್ತಾಡ್ತಾ ഇവർ ಇದ್ರು. ചുറ്റിയോടത്തൊക്കെ ഈ നദി പോയി. ಅವರು ಸುತ್ತಿ ಪ್ರಯಾಣ ಮಾಡಿದ ಜಾಗದಲ್ಲಿ ಎಲ್ಲ ಈ ನದಿಯನ್ನು ഇവർ ಹರಿತಾ ಇದ್ರು. വാഗ്ദാന ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ ഈ നദി അപ്രത്യക്ഷമായി. ಆಮೇಲೆ ಅವರು ವಾಗ್ದಾನದ ದೇಶಕ್ಕೆ ಕಾಲಿಟ್ಟ ತಕ್ಷಣವೇ ಆ ನದಿಯನ್ನು ಅಲ್ಲಿ ಅಪ್ರತ್ಯಕ್ಷವಾಯಿತು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവായിരുന്നു. ಆಮೇನ್. ಆ ಒಡೆಯಲ್ಪಟ್ಟಿದ್ದ ಆ ಬೆಟ್ಟೆಯು ಕ್ರಿಸ್ತನಾಗಿದ್ರು. അവർ കുടിച്ചത് ആത്മീക വെള്ളമായ ദൈവാത്മാവിനെയായിരുന്നു. ಆಮೇನ್. ಅವರು ಕುಡಿದಿದ್ದು ಆತ್ಮೀಗ ಪಾರೆಯಾಗಿರದ ನೀರು ಕುಡಿದಿದ್ದು ಆ ಕ್ರಿಸ್ತನೇ ಆಗಿದ್ರು. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുതിയമതി പറഞ്ഞിരിക്കുന്ന ആത്മീക ജലം എന്നാണ് ഇരിക്കുന്നത്. ಹೊಸ ಉಡಂಬಡಿಕೆಯಲ್ಲಿ അത് ആത്മാവിന്റെ വെള്ളമാണ്. ಹೊಸ ಉಡಂಬಡಿಕೆಯಲ್ಲಿ ಬರೆದಿದ್ದು ಆತ್ಮನ ನೀರು ಎಂಬುದಾಗಿ ಅದು ಪವಿತ್ರಾತ್ಮನ ಕುರಿತಾಗಿ ಹೇಳಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അതിനിടയ്ക്ക് 15-ാം അധ്യായത്തിൽ കർത്താവ് ഒരു വാക്യം അവരോട് പറഞ്ഞു. ಅದು ಮಧ್ಯದಲ್ಲಿ 15ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ದೇವರು ಅವರ ಹತ್ರ ಒಂದು ಮಾತು ಹೇಳಿದರು. 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 26ನೇ ವಾಕ್ಯ. 26-ാം വാക്യം. ഏതാ വായിക്കുന്നത്? 15-ാം അധ്യായത്തിന്റെ 26 വായിക്കുന്നത്? ഓക്കെ, വായിച്ചോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഒരു ഭാഷ കൂടെ വായിച്ചേ. I am the healer. ಆಮೇಲೆ ನಾನು ಸೌಖ್ಯ ಮಾಡುವ ದೇವರಾಗಿದ್ದಾರೆ. ലാസ്റ്റ് വായിക്കുക. I am the for I am the Lord who heals you. ഞാൻ നിന്നെ, വളരെ നല്ലൊരു വാക്കാണത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാത്രേ. ಅದು ಬಹಳ ಒಳ್ಳೆಯ ಒಂದು ಮಾತಾಗಿದೆ. ನಾನು ನಿಮಗೆ ಸೌಖ್ಯ ಮಾಡುವ ಕರ್ತನಾಗಿದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. Hallelujah. Hallelujah. കർത്താവ് നമ്മളെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ಕರ್ತನು ನಮ್ಮನ್ನು ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವಾದ ಮಾಡಲಿ. Praise the Lord. ಆಮೆನ್. സമയമുള്ളതുകൊണ്ടാണ് നിർത്തി പറയുന്നത്. ಸಮಯ ಇರದಂತ ನಿಲ್ಲಿಸಿ ಹೇಳ್ತಾ ಇರುವುದು. ആമേൻ. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം ആദ്യം പറഞ്ഞൊരു പദമുണ്ട്. ಇಸ್ರೇಲ್ ಮಕ್ಕಳ ಹತ್ರ ದೇವರು ಮೊದಲನೇದಾಗಿ ಹೇಳಿದೊಂದು ಮಾತುಂಟು. ഞാൻ യാഹ്വേ ആകുന്നു. ನಾನು ಯಾಹುವೆ ಆಗಿದ್ದಾರೆ. I am that I am. ನಾನು ಆಗಿರುವವನು, ನಾನು ಆಗಿದೆ. നീ പോയി പറയണം. ನೀನು ಹೋಗಿ ಹೇಳಬೇಕು. ഞാനാകുന്നവൻ, ആമേൻ, ഞാനാകുന്നു ആ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചെന്ന് പറയണം. ಹಾಲೆ ನಾನು ಆಗಿರುವವನು, ನಾನೇ ಆಗಿದೆ, ಆ ದೇವರೇ ನಿಮ್ಮನ್ನು ಈ ಕಡೆ ಇಲ್ಲಿ ಕಳಿಸಿದೆ ಎಂದು ಹೇಳಬೇಕು. ആ ഒരൊറ്റ വാക്കിൽ, ಆ ಒಂದೇ ಮಾತಲ್ಲಿ അവർ ആമേൻ ഫറവോനെ ജയിച്ചു. ಅವರು ಫರೋವನನ್ನು ಜಯಿಸಿದರು. ഫറവോന്റെ ദേവന്മാരെ ജയിച്ചു. ಫರೋವನ ದೇವರುಗಳನ್ನು ಜಯಿಸಿದರು. ഫറവോന്റെ സൈന്യത്തെ ജയിച്ചു. ಆ ಫರೋವನ ಸೈನ್ಯವನ್ನು ಕೂಡ ಅವರು ಜಯಿಸಿದರು. അവർ ചെങ്കടലിനെ പിളർന്നു. ಅವರು ಕೆಂಪು ಸಮುದ್ರವನ್ನು 2 ಭಾಗ ಮಾಡಿದೆ. മരുഭൂമിയിൽ വന്നപ്പോൾ ಅರಣ್ಯದಲ್ಲಿ ಬರಬೇಕಂದ್ರೆ ദൈവം അടുത്ത പേര് അവർക്ക് പറഞ്ഞു കൊടുത്തു. ಆಮೇಲೆ ದೇವರು ಆತನ ನೆಕ್ಸ್ಟ್ ಹೆಸರನ್ನು ಅವರು ಕೇಳಿಕೊಟ್ಟಿದ್ರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. അടുത്ത പേരെന്താണ്? ದೇವರ ಇನ್ನೊಂದು ಹೆಸರೇನಾಗಿದೆ? ആമേൻ. For I am, ആമേൻ, ആമേൻ, ലോർഡ് ഫോർ യുവർ ഹീലർ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു.
യഹോവയാകുന്നു. ನಾನು ನಿಮಗೆ ಸೌಖ್ಯ ಮಾಡುವ ಯೆಹೋವನೆಂದು ಆತನಿಗೆ ಹೆಸರು ತಿಳಿಸಿಕೊಟ್ಟಿದರು. ഇന്ന് പകൽക്കാലം ಇವತ್ತು ಹಗಲತನೇ ವೇಳೆಯಲ್ಲಿ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം പറയുമ്പോൾ ದೇವರ ಆತ್ಮನು ಈ ವಾಕ್ಯವನ್ನು ಹೇಳುವಾಗ ശ്രദ്ധിക്കണം. ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ആമേൻ. ദൈവം ದೇವರು തന്റെ പേര് അവർക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ಆಮೆ ಆತನ ಹೆಸರು ಇನ್ನೊಂದು ರೀತಿಯಲ್ಲಿ ಅವರಿಗೆ ಪ್ರಕಟಪಡಿಸಿ ಕೊಡ್ತಾ ಇದ್ದಾರೆ. ആമേൻ. ഞാൻ യഹോവ ನಾನು റാഫയാകുന്നു. ನಾನು ಯೆಹೋವ ರಾಫಾ ಆಗಿದ್ದಾರೆ. സൗഖ്യം ആക്കുന്ന ദൈവം, ಸೌಖ್ಯ ಮಾಡುವ ದೇವರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ആമേൻ. ദൈവം ആമേൻ പല സ്ഥലത്തും വെളിപ്പെട്ടപ്പോൾ ದೇವರು ಹಲವಾರು ಸ್ಥಳದಲ್ಲಿ ಪ್ರಕಟವಾಗುವಾಗ അവർ ദൈവത്തിന് പല പേരുകൾ വിളിച്ചു. ಅವರು ದೇವರನ್ನೇ ಹಲವಾರು ಹೆಸರಿಟ್ಟು ಕರೆದಿದ್ದರು. ആമേൻ. യഹോവ നിസ്സി, ಯೆಹೋವ ನಿಸ್ಸಿ, ദൈവം ജയം തരുന്നു. ಅಲ್ಲಿ ಆತನು ಜಯ ಕೊಡುತ್ತಾರೆ. യഹോവ എബനേസർ, ಅಲ್ಲಿ ಯೆಹೋವ ಎಬಿನೇಸರು, ദൈവം ആമേൻ കരുതുന്നവൻ, അല്ലെങ്കിൽ ദൈവം ശക്തി, ആമേൻ എബനേസർ മതിയായവൻ, മതിയായവൻ. ಆಮೇಲೆ ಎಲ್ಲದಕ್ಕೂ ಸಾಕಾಗಿದ್ದ ದೇವರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. യഹോവ ഈരെ, ദൈവം കരുതുന്നവൻ. ಅಲ್ಲಿ ಯೆಹೋವ ಈರೆ, ಆತನು ಎಲ್ಲ ಒದಗಿಸುವ ದೇವರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ഇങ്ങനെ അവർ ദൈവത്തിന് പല പേരുകൾ വിളിച്ചു. ಈ ತರವಾಗಿ ದೇವರನ್ನ ಹಲವಾರು ಹೆಸರಿಟ್ಟವರು അതെല്ലാം ദൈവത്തിന്റെ പേരുകളാണ്. ಅದೆಲ್ಲ ದೇವರ ಹೆಸರುಗಳು ಕೂಡ ಆಗಿದೆ. ഇവിടെ ദൈവം നേരിട്ട് പറയാണ്, ಇಲ್ಲಿ ದೇವರು ನೇರಡಿಯಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഐ ആം ദ ഹീലർ. ಅಲ್ಲಿ ನಾನು ಸೌಖ್ಯ ಮಾಡುವ ഞാൻ ದೇವರು. ഹീലറാണ്. ನಾನು ಅಲ್ಲಿ ಸೌಖ್ಯ ഞാൻ ಮಾಡುವ ದೇವರು. സൗഖ്യം കൊടുക്കുന്നവനാണ്. ನಾನು ಸೌಖ್ಯ ಕೊಡುವ ದೇವರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമെൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമെൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. റാഫ എന്ന പദമാണ് വൈദ്യൻ എന്ന പദത്തിന് അവിടെ സൗഖ്യമാക്കുന്നവൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത്. ಆಮೆನ್. ಹಲ್ಲೇಲೂಯ. ರಾಫ ವೈದ್ಯನ ಅಂತ ಪದಕ್ಕೆ ಅಲ್ಲಿ ಕೊಟ್ಟಿದ್ದು. പ്രൈസ് ദി ലോർഡ്. ആമെൻ. ഈ സദൃശവാക്യങ്ങളിൽ 4-ാം അധ്യായത്തിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനോക്തികൾ 4ನೇ അധ്യായದಲ್ಲಿ ಒಂದು ಪದವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ആ പദം ഇങ്ങനെയാ പറയുന്നത്, മെർഫ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ಮರ್ಫ ಎಂಬುದು ಪದ ಅಲ್ಲಿ ಉಪಯೋಗ ಮಾಡಿದ್ದಾರೆ. അത് ആമേൻ റെമഡി, മരുന്ന് എന്നുള്ള അർത്ഥത്തിലാണ് കൊടുക്കുന്നത്. ಅಲ್ಲಿ ಅದು ಮದ್ದು ಎಂದಾಗಿದ್ದ ಆ ಪದಕ್ಕೆ ಕೊಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ശ്രദ്ധിക്കണം. ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. വൈദ്യൻ, ವೈದ್ಯನು, മരുന്ന്. ಅಲ್ಲಿ ಮದ್ದು. സ്തോത്രം. ಆಮೆನ್. ഇത് രണ്ടും ആരാ? ಇದೆರಡು ആരാಗಿದ್ದಾರೆ. ഇത് രണ്ടും ആരാ? ಇದೆರಡು ಆರಾಗಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. നമുക്ക് ആദ്യം തൊട്ട് ഇങ്ങോട്ട് വരാം. ಆಮೇಲೆ ನಾವು ಮೊದಲಿಂದ ಈ ಕಡೆಗೆ ಬರೋಣ. കൽപ്പനകളുടെ ലംഘനത്താൽ, ಕಟ್ಟಳೆಗಳ ಉಲ್ಲಂಘಿಸಿದ ಮೂಲಕ, പാപവും പാപത്താൽ ಪಾಪ ಮಾಡಿದ ಮೂಲಕ ಮರಣವು ಶಾಪವು ರೋಗವು ലോകത്തിലുണ്ടായി, ಲೋಕದಲ್ಲಿ ಉಂಟಾಯಿತು. സ്തോത്രം. ശ്രദ്ധിക്കുക. ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ആമേൻ. കൽപ്പനകൾ ಕಟ್ಟಳೆಗಳು ലംഘിച്ചതിനാൽ, ಉಲ್ಲಂಘಿಸಿದ ಮೂಲಕ, ആമേൻ, പാപവും പാപത്തിന്റെ ഫലമായി ಪಾಪಕ್ಕೆ ಬಲವಾಗಿ ശാപവും രോഗ മരണം ഇവയുണ്ടായി. ಇವೇ ಉಂಟಾಯಿತು. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാപವು യേശുക്രിಸ್ತನನ್ನು വിശ്വസിച്ച് ನಂಬಿ മാനസാന്തരപ്പെടുമ്പോൾ, ಮಾನಸಾಂತರ ಹೊಂದುವಾಗ, രക്തം കൊണ്ട് കഴുകപ്പെടുന്നു. ರಕ್ತದಿಂದ ಶುದ್ಧೀಕರಣ ಮಾಡುತ್ತಾರೆ, ತೊಳೆಯಲ್ಪಡುತ್ತದೆ. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ശാപವು യേശുവിനെ വിശ്വസിക്കുമ്പോൾ, യേശു സ്വാമിയെ ನಂಬುವಾಗ, മരത്തിൽ ന്യായപ്രമാണത്തിന്റെ ശാപങ്ങൾ യേശു വഹിച്ചതിനാൽ, ಅಲ್ಲಿ ಮರದಲ್ಲಿ ನ್ಯಾಯ ಪ್ರಮಾಣದ ಶಾಪಗಳನ್ನು ಯೇಸು ಸ್ವಾಮಿ ಹೊಂದಿಕೊಂಡದ ಮೂಲಕ ശാപത്തിൽ നമ്മൾ പുറത്തു വരുന്നു. ಆಮೇಲೆ ಆ ಶಾಪದಿಂದ ನಾವು ಹೊರಗೆ ಬರ್ತೀವಿ. അതിന് ജാതി ഒന്നും നോക്കണ്ട, ಅದಕ್ಕೆ ಜಾತಿ ಏನು ನೋಡಬೇಕಾಗಿಲ್ಲ, ജാതകവും നോക്കണ്ട, ಯಾವುದೇ ಜಾತಕ ನೋಡಬೇಕಾಗಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. യേശു വിശ്വസിക്കുന്നതോടുകൂടി യേശു ಸ್ವಾಮಿಯಲ್ಲಿ ನಂಬುದ ಮೂಲಕ ശാപം അവിടെ മുറിഞ്ഞു മാറുക. ಆಮೇಲೆ ಶಾಪವು ಅಲ್ಲಿ ಮುರಿದಾಕಲ್ಪಡ್ತಾ ಇದೆ. സ്തോത്രം. ಆಮೇಲೆ പിന്നെ ശാപം വിശ്വാസിക്ക് ഉണ്ടാകത്തില്ലെന്നല്ല, ಅಲ್ಲಿ ಮತ್ತೆ ಶಾಪವು ವಿಶ್ವಾಸಿಗೆ ಬರುವುದಿಲ್ಲ ಎಂದಲ್ಲ, 3-4 കാരണങ്ങളാൽ ഉണ്ടാകാം. 3-4 ಕಾರಣಗಳಿಂದ അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല.
ಅದು ನಮ್ಮ ಈಗ ಇರದ ವಿಷಯವಲ್ಲ. യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ಯೇಸು ಸ್ವಾಮಿನ ಪ್ರೀತಿ ಮಾಡಾದೆ ಇರುವವನು ಶಾಪಗ್ರಸ್ತನು. സ്തോത്രം. ಆಮೆನ್. വചനം മാറ്റി പഠിപ്പിക്കുന്നവൻ ശാപഗ്രസ്തൻ. ಆಮೆ ವಾಕ್ಯವನ್ನು ಬದಲಾವಣೆ ಮಾಡಿ ಕಲಿಸಿಕೊಡುವವನು ಶಾಪಗ್ರಸ್ತನು. പല കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ಆ ತರವಾದ ಹಲವಾರು ವಿಷಯಗಳು ಬೈಬಲಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. വിശ്വാസത്തെ കുറിച്ചല്ല, വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ಹಾಲೆಲೂಯಾ. ಅದು ವಿಶ್ವಾಸ ಕುರಿತಲ್ಲ, ಅವಿಶ್ವಾಸ ಕುರಿತಾಗಿ ಹೇಳಿದ್ದಾರೆ. ಆದರೆ നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയ അന്ന്, ನಾವು ಯೇಸು ಸ್ವಾಮಿനെ ಕಂಡುಕೊಂಡಿದ್ದವತ್ತು, അതിന് പിന്നിലുള്ള മുഴുവൻ ശാപവും ക്രോസിൽ, കുരിശിൽ മുറിക്കപ്പെട്ടു. ಆಮೆ ಅದುವರೆಗೆ ನಮ್ಮ ಜೀವದಲ್ಲಿ ಎಲ್ಲ ಶಾಪಗಳನ್ನು ಆ ಸಿಲುಬೆಯಲ್ಲಿ ಹಾಲೆಲೂಯಾ ಮುರಿಯಲ್ಪಡ್ತಾ ಇದ್ದಾರೆ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. ಒಬ್ಬನೇ ಕ್ರಿಸ್ತನಲ್ಲಿ ಆದ್ರೆ ಆತನು ಹೊಸ ಸೃಷ್ಟಿ. പഴയത് എല്ലാം കഴിഞ്ഞു പോയി, ಹಳೆಯದೆಲ್ಲ ಹೋಗಿತ್ತು. കുറച്ച് നിപ്പണ്ടെന്നല്ല, ശാപം മാത്രം നിർത്തിയിട്ട് ബാക്കി പോയെന്നല്ല, ಸ್ವಲ್ಪ ಶಾಪ പഴയത് എല്ലാം കഴിഞ്ഞു പോയി. ಅಲ್ಲಲ್ಲಿ ಹಳೆಯದೆಲ್ಲ ನೀಗಿ ಹೋಗಿದೆ. ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಸ್ತೋತ್ರ, ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. നിങ്ങൾ വിശ്വസിക്കണം. ನೀವು ನಂಬಬೇಕು. എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളെ പ്രസംഗിച്ച് നിങ്ങളെ ഒത്തിരി കൈയടിപ്പിച്ചിട്ട് വിടാൻ അറിയാം. ഞാൻ പ്രസംഗിക്കുന്ന ആളാ. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ നമ്മുടെ വചനം കേൾവിയാലും അത് വിശ്വാസത്തോടെ പരിഗണിക്കുന്നതിലും വിടുതലുണ്ടാവും. വിടുതലുണ്ടാകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വതത്തോടെ സ്വീകരിച്ചുകൊണ്ടിരിക്കണം, റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം. ಆಮೇಲೆ ಹಾಲೆಲೂಯಾ ವಾಕ್ಯವನ್ನು ಹೇಳಿ ನಿಮಗೆ ಬಿಡುಗಡೆ ಬರೆದಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಸುಮ್ಮನೆ ಚಪ್ಪಾಳ ತಟ್ಟಿ ಹೋಗೋದಕ್ಕಲ್ಲ, ನೀವು ನಂಬಿಕೆಯಿಂದ ಅದು ಸ್ವೀಕಾರ್ಯ ಮಾಡುವಾಗ ನಿಮ್ಮ ಜೀವನದಲ್ಲಿ ಬಿಡುಗಡೆ ಆಗುತ್ತದೆ. അപ്പോൾ ആമേൻ, കാൽവരിയിൽ ന്യായപ്രമാണം ജാതികൾക്ക് വെച്ചിരുന്ന എല്ലാ ശാപവും യേശു വഹിച്ചു. ಹಾಲೆಲೂಯಾ. ಕಲ್ವಾರಿಯಲ್ಲಿ ನ್ಯಾಯ ಪ್ರಮಾಣ ಕಟ್ಟಡದಲ್ಲಿ ದೇವರಿಟ್ಟಿದ್ರೆ ಎಲ್ಲ ಶಾಪವನ್ನು ಯೇಸು ಸ್ವಾಮಿ ಸಿಲುಬೆಯಲ್ಲಿ ಮುರಿದಾಕಿದರು. ഒരു ശാപഗ്രസ്തനും ദൈവമക്കളല്ല. ಆಮೇಲೆ ಯಾವುದೇ ಶಾಪಗ್ರಸ್ತನು ದೇವರ ഒരു ಮಕ್ಕಳಲ್ಲ. ദൈവവൈതലിനെയും ശാപഗ്രസ്തൻ എന്ന് വിളിക്കാൻ പറ്റത്തുമില്ല. ಒಂದು ದೇವರ ಮಕ್ಕಳನ್ನೇ ಕೂಡಿ ಶಾಪಗ್ರಸ್ತನು ಅಂತ ಹೇಳೋದಕ್ಕೂ ಆಗುವುದಿಲ್ಲ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ ശാപഗ്രസ്തനല്ല, ദൈവത്തിന്റെ മക്കളത്രേ. ಆಮೇಲೆ ಆತನನ್ನು ನಂಬಿ ಹಾಲೆಲೂಯಾ ಆತನನ್ನು ನಂಬಿಕೆ ಇಡುವವನು ಶಾಪಗ್ರಸ್ತನಲ್ಲ, ಆತನು ಹಾಲೆಲೂಯಾ ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಮಹಿಮೆ, ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಮಹಿಮೆ. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯಾ. ദൈവത്തിന് സ്തോത്രം, ದೇವರಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. അപ്പോൾ ಆಗ മൂന്നാമത്തെ കാര്യമാണ്, ಮೂರನೇ ವಿಷಯವಾಗಿದೆ, എന്താ, രോഗം. ಅಲ್ಲಿ ಮೂರನೇ ವಿಷಯವಾಗಿದೆ രോഗവും മരണവും. ರೋಗವು ಮತ್ತೆ ಮರಣವು. സ്തോത്രം. ಆಮೆನ್. മനുഷ്യനെ ദൈവം ശപിക്കുമ്പോൾ, ಮನುಷ್ಯನನ್ನು ದೇವರು ಶಾಪ ಮಾಡುವಾಗ ചില കാര്യങ്ങൾ മനുഷ്യന് ആമേൻ നിത്യത വരെയും ആമേൻ കൊടുത്തിട്ടുണ്ട്. ಹಾಲೆಲೂಯಾ. ಕೆಲ ವಿಷಯಗಳು ದೇವರು ನಿತ್ಯದಲ್ಲಿ ತಲುಪುವವರೆಗೆ ಬೇಕಾಗಿ ಕೊಟ್ಟಿದ್ದಾರೆ. ശാപം മുറിച്ചിട്ട് എന്താണ് ആമേൻ പ്രസവ വേദന പോകാത്തത്? ಅಲ್ಲಿ ಕೆಲವರು ಕೇಳುತ್ತಾರೆ, ಶಾಪವನ್ನು ಮುರಿದಾಕಿದ್ರೆ ಮತ್ತೆ ಯಾಕೆ ಹೆರಿಗೆ ನೋವನ್ನು ಬಿಟ್ಟು ಹೋಗಿಲ್ಲ ಎಂದು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലർ ചോദിക്കും, കഷ്ടവും മുള്ളും പറക്കാരിയും ഒക്കെ ഇന്നും ഉണ്ടല്ലോ, എന്താ മാറാത്ത? ശാപത്തിന്റെ ഫലമല്ലേ അത്? ಆಮೇಲೆ ಹಾಲೆಲೂಯಾ ಶಾಪದ ಫಲವಾಗಿ ಇದ್ದ ಕಷ್ಟವು ಮತ್ತೆ ಹಾಲೆಲೂಯಾ ಆ ತರವಾದ ವಿಷಯಗಳೆಲ್ಲ ಯಾಕೆ ನೀಗಿ ಹೋಗಿಲ್ಲ ಎಂದು ಕೆಲವರು ಕೇಳುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ഇപ്പൊ നമുക്ക് ചോദിക്കാം, ನಮ್ಗೆ ಕೇಳಬಹುದು, കാളവരിയില് പിശാചിന്റെ മുഴുവൻ ആയുധവും എന്ത് ചെയ്തു? അടിയറ വെപ്പിച്ചല്ലോ. ಹಾಲೆಲೂಯಾ ಕಲ್ವಾರಿ ಸಿಲುಬೆಯಲ್ಲಿ ಸೈತಾನನ ಎಲ್ಲ ಆಯುಧಗಳನ್ನು ದೇವರು ಇಟ್ಟಿಸಿದರಲ್ಲ, അതുകൊണ്ട് ഇപ്പം പാപമില്ലെന്നുണ്ടോ? ಆದ್ದರಿಂದ ಈಗ ಪಾಪವಿಲ್ಲ ಎಂದಿದೆಯಾ? സ്തോത്രം. ಆಮೆನ್. ഇതിനൊരു പ്രോസസ് ഉണ്ട്. ಹಾಲೆಲೂಯಾ ಇದಕ್ಕೆ ಒಂದು ಕ್ರಿಯೆ ಉಂಟು. ആമേൻ. 3 പാർട്ടാ: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ಫ್ಯೂಚರ್ ಟೆನ್ಸ್. ಹಾಲೆಲೂಯಾ ಅದಕ್ಕೆ ಹೋಗಿದ ವಿಷಯಗಳು ಈಗ ನಡೀತಾ ಇರೋದು, ಮುಂಚೆ ನಡೀತಾ ಇರೋದು, ಈ ತರವಾದ 3 ಘಟ್ಟಗಳು ಉಂಟು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ആമേൻ, എന്താ, ചില കാര്യങ്ങൾ എവിടെ തീരും? നിത്യത ആരംഭിക്കും, തീരും. ಕೆಲ ವಿಷಯಗಳು ನಿತ್ಯದಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡುವಾಗ ಕೊನೆಗೊಳ್ಳುತ್ತದೆ. അപ്പോഴാണ് ಹಾಗಾಗಿದೆ കാൽവരിയുടെ യാഗത്തിന്റെ പൂർണ്ണത സംഭവിക്കുന്നത്. ಹಾಲೆಲೂಯಾ ಕಾಲ್ವರಿಯ ಯಜ್ಞದ ಸಂಪೂರ್ಣಗೊಳ್ಳುವುದು. ആമേൻ. ಆಮೆನ್. നിവൃത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒന്നും ഈ ലോകത്തിൽ കഷ്ടമില്ല, ഭാവമില്ല, മരണമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ಆತನು ಎಲ್ಲ ಪೂರ್ತೀಕರಣವಾಯಿತು ಅಂತ ಹೇಳಿದರೆ ಇಲ್ಲಿ ಶಾಪವು ಕಷ್ಟವೂ ಏನು ಇಲ್ಲ ಅಂತಲ್ಲ ಅದಕ್ಕೆ ಅರ್ಥ. ജയിക്കാനുള്ള കാര്യം ആരംഭിച്ചു. ಆಮೇಲೆ ಜಯಿಸುವುದಕ್ಕೆ ಬೇಕಾಗಿರುವ ಕಾರ್ಯಗಳು ಪ್ರಾರಂಭಗೊಂಡಿವೆ. ಆಮೆನ್. ആമേൻ. ക്രിസ്തുവിൽ നമ്മൾ ജയാളികളാകാൻ പോവുകയാണ്. ಆಮೇಲೆ ಕ್ರಿಸ್ತನಲ್ಲಿ ನಾವು ಜಯಕೊಳ್ಳುವರಾಗಿ ಆಗುವುದಕ್ಕೆ ಹೋಗ್ತಾ സ്തോത്രം. ಇದ್ದೇವೆ. ಆಮೆನ್. ക്രിസ്തുവിൽ നമുക്ക് ജയം ഉണ്ട്. ಆಮೇಲೆ ಕ್ರಿಸ್ತನಲ್ಲಿ ನಮಗೆ ಜಯವು ಉಂಟು. ആമേൻ. ಆಮೆನ್. ഹേ മരണമേ,
നിന്റെ ജയം എവിടെ? ಹೇ ಮರಣವೇ ನಿನ್ನ ಜಯವು ಎಲ್ಲಿ? നിന്റെ വിഷമുള്ള എവിടെ? ಆಲೆ ನಿನ್ನ ವಿಷದ ಮುಳ್ಳು ಎಲ್ಲಿ? ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ആമേൻ. എല്ലാറ്റിനുമേലും എൻ്റെ യേശു ജയിച്ചു. ಆಮೆನ್. ಎಲ್ಲಾದ ಮೇಲೇನು ನನ್ನ ಕರ್ತನು കർത്താവിന് സ്തോത്രം. ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ನಾವು ಚಿಂತೆ ಮಾಡ್ತಾ ಇರುವುದು പാപ കൽപ്പനകളുടെ ലംഘനത്തിന് ഫലമായി ആമേൻ രോഗവും വന്നു ഈ ലോകത്തിൽ. ಹಲ್ಲೆಲೂಯ. ಕಟ್ಟಳೆಗಳ ಉಲ್ಲಂಘನೆಯ ಮೂಲಕವಾಗಿ ಪಾಪವನ್ನು ರೋಗವನ್ನು ಬಂದಿದೆ. എല്ലാത്തിനും പരിഹാരി ദൈവമാണ്. ಎಲ್ಲದಕ್ಕೂ ಪರಿಹಾರಿ അതുകൊണ്ട് ದೇವರಾಗಿದ್ದಾರೆ. ദൈവം പറഞ്ഞു, ಆದ್ರಿಂದ ದೇವರು ಹೇಳಿದರು, ഐ ആം ദ ഹീലർ. ഞാനാണ് സൗഖ്യം തരുന്നവൻ. ನಾನಾಗಿದೆ ಸೌಖ್ಯವನ್ನು ನೀಡುವ ದೇವರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. രോഗം നമുക്ക് പല കാര്യങ്ങൾ കൊണ്ടുണ്ടാകാം. ರೋಗವು ನಮಗೆ ಹಲವಾರು ಕಾರಣಗಳಿಂದ ಉಂಟಾಗಬಹುದು. ಒಂದನೇದಾಗಿ പാപത്തിന്റെ ഫലമായി രോഗം ഉണ്ടാകാം. ಆಮೇಲೆ ಪಾಪದ ಫಲವಾಗಿ ರೋಗವನ್ನು ಉಂಟಾಗಬಹುದು. ಎರಡನೇದಾಗಿ സാത്താന്റെ അറ്റാക്കിനാൽ രോഗം ഉണ്ടാകാം. ಸೈತಾನಿನ ಅಟ್ಯಾಕಿಂದ ನಮಗೆ ರೋಗವನ್ನು ಉಂಟಾಗಬಹುದು. ಮೂರನೇದಾಗಿ പ്രകൃതിയുടെ ദോഷവശങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാകാം. പ്രകൃതിയ ദോഷ ബലಗಳಿಂದ ನಮಗೆ ರೋಗ ಉಂಟಾಗಬಹುದು. ഒരാള് മഴയത്ത് മുഴുവൻ നടന്നിട്ട് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ അത് പിശാചാന്ന് പറയാൻ പറ്റില്ല. മഴയത്ത് പ്രകൃതിയുടെ കുഴപ്പമാണ്. ಹಾಲಲ್ಲಿ ಒಬ್ರು ಹಾಲಲ್ಲಿ ಆಚೆ ಮಳೆ ನೆನೆಕೊಂಡು ನಡೆದು ಬಿಟ್ಟು ಒಂದು ಕೋಲ್ಡ್ ಆಗಿದ್ರೆ ಅದು ಸೈತಾನನ ಕ್ರಿಯೆಯಿಂದ ಆಳಕ್ಕಾಗಲ್ಲ. ಅದು ಮಳೆ ನಡೆದ ಮೂಲಕ ಬಂದಿದೆ. പോയിരുന്ന് പിശാചിനെ ശാസിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഒന്നെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മരുന്ന് എടുത്തോണം. ಹಾಲಲ್ಲಿ ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಮನೆಯಲ್ಲಿ ಹೋಗಿ ಸೈತಾನನ ಗದರಿಸಿ ಏನು ಯೂಸ್ ಇಲ್ಲ. ಅಂದ್ರೆ ನೀವು ಮದ್ದು ತಗೋಬೇಕು, ಇಲ್ಲ പ്രകൃതിയുടെ മാറ്റങ്ങൾ കൊണ്ട് ഒരാൾക്ക് രോഗമുണ്ടാകാം. ಹಾಲಲ್ಲಿ ನಮ್ಮ ಪ್ರಕೃತಿಯ ಬದಲಾವಣೆ ಮೂಲಕವಾಗಿ ಒಬ್ರು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡಬಹುದು. ജീവിത ഡിസോർഡറിനാൽ ഉണ്ടാകാം. പേരൻസിന് രോഗമുണ്ടായിരുന്നു, അത് ശാപം എന്ന് പറയാൻ പറ്റിയല്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കും ആ രോഗം ഉണ്ടാകാം. പാരമ്പര്യമാണ്. ആമേൻ. പാരമ്പര്യമാണ്. അപ്പൻ രക്ഷിക്കപ്പെട്ടു. ആമേൻ. അപ്പോൾ ആമേൻ മക്കൾക്ക് ആ രോഗം ഉണ്ടാകത്തില്ല എന്നില്ല. അത് ഒരു ഡിസോർഡർ ആകും, ജീവിത ഡിസോർഡർ എന്ന് പറയാം. ಹಾಲೆಲಿಯೋ ನಮ್ಮ ಹಾಲೆಲಿಯೋ ತಂದೆ ತಾಯಿಗಳಿಗೆ ಏನೆಲ್ಲ ಕಾಯಿಲಿದ್ರೆ ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದ ಮೂಲಕವಾಗಿ ಅವ್ರಕ್ಕಿದ್ದ ಕಾಯಿಲೆ ನಮಗೆ ಬರಬಾರದು ಎಂಬುದಾಗಿ ಇಲ್ಲ. ಹಾಲೆಲಿಯೋ ಅದೊಂದು ಡಿಸಾರ್ಡರ್ ಆಗಿ ಬರುತ್ತದೆ. ഒരാൾക്ക് മാനസിക രോഗമുണ്ട്. ಒಬ್ಬರಿಗೆ ಒಂದು ಮಾನಸಿಕ ರೋಗಿಯಾಗಿದ್ದಾರೆ. നമ്മൾ അയാളെ പിടിച്ച് എപ്പോഴും ശാസിക്കേണ്ട ആവശ്യമില്ല. ನಾವು ಆತನನ್ನು ಹಿಡಿದು ಯಾವಾಗಲೂ ಗದರಿಸಬೇಕಾಗಿರುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. മാനസിക രോഗം, ಮಾನಸಿಕವಾದ ರೋಗವು സാത്താനാൽ ഉണ്ടാകാം. ಸೈತಾನಿನಿಂದ ಕೂಡ ಬರಬಹುದು. അതും മാനസിക ഡിസോർഡറുകൾ ഉണ്ടാകാം. ಹಾಲೆಲಿಯೋ ಮಾನಸಿಕವಾದ ಡಿಸಾರ್ಡರ್ಸ್ ഉണ്ടാಗಬಹುದು. കഠിനമായ വിഷമത്തിലൂടെ ഒരു മനുഷ്യൻ താങ്ങാൻ മേലാതെ കടന്നു പോയാൽ അവൻ മാനസിക രോഗിയാവും. ಹಾಲೆಲಿಯೋ ಬಹಳವಾದ ನೋವಲ್ಲಿ ಹಾದು ಹೋಗಿದ್ದ ಒಂದು ವ್ಯಕ್ತಿ ಒಮ್ಮೆ ಹಾಲೆಲಿಯೋ ಮಾನಸಿಕವಾದ ರೋಗದಲ್ಲಿ ಹಾದು ಹೋಗಬಹುದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് പിശാചാകണമെന്നില്ല. ಅದು ಸೈತಾನ ಆಗಬೇಕು ಅಂದಿಲ್ಲ. ആമേൻ. അല്ലാതെ രോഗമായിട്ടും വരാം. ಹಾಲೆಲಿಯೋ ಇಲ್ಲದೆ ರೋಗವಾಗಿ ಕೂಡ ಅದು ಬರಬಹುದು. രോഗങ്ങൾ ഉണ്ടാകാൻ അനേക കാര്യങ്ങളുണ്ട്. ರೋಗಗಳು ಉಂಟಾಗೋದಕ್ಕೆ ಹಲವಾರು ವಿಷಯಗಳುಂಟು. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധೆಯಿಂದ ಇದ್ದೀರಾ? പ്രായമാകുന്നത് ഒരു രോഗമാണ്. ಹಾಲೆಲೂಯಾ. ನಾವು ಏಜ್ ಆಗುವುದೊಂದು ರೋಗವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. പ്രായമാകുന്നത് ഒരു രോഗമാണ്. ഞാൻ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞത്. സ്തോത്രം. പ്രായമാകുന്ന ഒരു രോഗമാണ്. വയസ്സാകുವುದೊಂದು ರೋಗವಾಗಿದೆ. കേൾക്കുന്നുണ്ടോ? ആമേൻ. കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ മരിക്കാൻ വേണ്ടിയുള്ള രോഗമാണ്. എന്തോന്ന്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ള കാണും. നമ്മൾ എത്ര പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞാലും എന്താണ്, ഒരു ദിവസം പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. ഇതൊക്കെ ഉള്ളത് നല്ലതാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ എന്താണ് പഠിപ്പിക്കണേ. സ്തോത്രം. ഇതൊക്കെ മൂടി വെച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ നാളുകളൊന്നും എന്ത് ചെയ്തില്ല, എണ്ണാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ടൈ എഴുത്തലെന്ന് പറയത്തില്ല കേട്ടോ, എപ്പോഴാണ് നമ്മളൊക്കെ തെറ്റുന്നതെന്ന് പറയാൻ പറ്റിയല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അഹങ്കാരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ സ്റ്റേജ് നിന്നുകൊണ്ട് പണ്ട് ഈ നമ്മുടെ അപ്പച്ചന്മാരെല്ലാം കൂടി TV ഉപയോഗിക്കത്തില്ല, ഭയങ്കര പ്രസംഗമായിരുന്നു. ഉപയോഗിക്കത്തിൽ പറഞ്ഞ് ഇപ്പം TV കൂടിയാണ് പ്രസംഗം മുഴുവൻ നടക്കുന്നത്. ആരാണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് TV തന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രിയ സഹോദരി ഇവിടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ലോസ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേൾക്കാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഈ അഹങ്കാരം പറഞ്ഞിട്ട് കാര്യമില്ല. ಹಲವಾರು ವಿಷಯಗಳಲ್ಲಿ ನಾವು ಅಹಂಕಾರ ಬೇಳಿ ಏನು ಪ್ರಯೋಜನವಿಲ್ಲ. ഞാൻ
ഞാൻ പലപ്പോഴും പണ്ട് പറയായിരുന്നു, ഒരു 10-40 വയസ്സ് കഴിയുന്നോളം വരെയും ಹಾಲೆಲೂಯ ಒಂದು 10-40 ವಯಸ್ಸಾಗದವರೆಗೆ ನಾನು ಮುಂಚೆ ಹೇಳ್ತಾ ಇದ್ರು. ചുമ്മാ പറയായിരുന്നു, എൻ്റെ കൂട്ടുകാർ ഭാഷയോട് പറയായിരുന്നു, എനിക്ക് മടുപ്പില്ലാത്ത മനുഷ്യനാന്ന് പറയായിരുന്നു. ಹಾಲೆಲೂಯ ನಾನು ಸುಮ್ಮನೆ ನನ್ನ ಫ್ರೆಂಡ್ಸ್ ಹತ್ರ ಹೇಳ್ತಾ ನನಗೆ ಯಾವುದೇ ഞാൻ ವಿಧವಾದ പറയും, കർത്താവേ ಬೇಸರಗಳಿಲ್ಲ. എനിക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി തരണം എന്ന് പറയും. 24 മണിക്കൂർ ഡ്യൂട്ടി തരണം. ಕರ್ತನೇ ನನಗೆ 24 ಗಂಟೆ ನಿನ್ನ ಕೆಲಸ ಸೇವೆಯನ್ನು ಕೊಡಿ ಅಂದ. അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് കോൺഫിഡൻസ് ആയല്ലോ. ಹಾಲೆಲೂಯ ಆವಾಗ ನಮ್ಮ ಆರೋಗ್ಯದ ಕುರಿತಾಗಿ ಕಾನ್ಫಿಡೆನ್ಸ್ ನಮಗಿದೆ. 42 ವಯಸ್സ് കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് എല്ലാം ദൈവം എടുത്ത് ഊരക്കളഞ്ഞു. ಹಾಲೆಲೂಯ 42 ವಯಸ್ಸಾಗಿದ ನಂತರವಾದ ಕಾನ್ಫಿಡೆನ್ಸ್ ಎಲ್ಲ ನನ್ನಿಂದ ತೆಗೆದುಹಾಕಿದರು. ഒന്നും ദൈവത്തിന് മുമ്പിൽ പുകഴാനൊന്നുമില്ല. ಆಮೇಲೆ ದೇವರ ಮುಂದೆ ನಮಗೆ ಹೊಗಳುವುದಕ್ಕೆ ಏನೂ ಇಲ್ಲ. ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ഇന്നുണ്ട്. ಆಮೇಲೆ ದೇವರ ಕೃಪೆಯಿಂದ ನಾವು ಇದು ಆಗಿರುತ್ತೇವೆ. നാളെ നമ്മൾ ആയിരിക്കുന്നതും കൃപയാലായിരിക്കും. ನಾಳೆ ನಾವು ಆಗಿರುವುದನ್ನು ದೇವರ ಕೃಪೆಯಿಂದಲೇ. എല്ലാം അവിടുത്തെ കൃപ കൊണ്ട് മാത്രം. ಆಮೇಲೆ ಎಲ್ಲ ಆತನ ಕೃಪೆಯಿಂದಲೇ. ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ಆ ಬೋಧ್ಯವು ನಮ್ಮ ಒಳಗಡೆ ಇದ್ದರೆ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ നമുക്ക് പിടികിട്ടും. ಜೀವಿತದ ಅರ್ಥಗಳು ನಮಗೆ ಅರ್ಥವಾಗುತ್ತವೆ. സ്തോത്രം. ಆಮೇಲೆ കൃപയാൽ അത്രേ ഞാൻ ആയിരിക്കുന്നത്. ಆಮೇಲೆ ಕೃಪೆಯಿಂದಲೇ ನಾನು ಹಾಗೆ ಇರುವುದು. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകാൻ പല കാര്യങ്ങളുണ്ട് ദൈവമക്കളെ. ರೋಗಗಳು ഉണ്ടാಗುವುದಕ್ಕೆ ಹಲವಾರು ವಿಷಯಗಳು നമ്മൾ വിവേചിച്ചറിയണം. ಆಮೇಲೆ ಅದನ್ನು ನಾವು ವಿವೇಚನೆ ಮಾಡಿ ತಿಳ್ಕೊಳ್ಳಬೇಕು. പ്രായാധിക്യം കൊണ്ടാണോ എനിക്ക് രോഗമുണ്ടായത്? ಆಮೇಲೆ ವಯಸ್ಸಾಗಿದ್ದ ಮೂಲಕವಾಗಿ ನಮಗೆ ರೋಗಗಳು ഉണ്ടാಗುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ആമേൻ. അങ്ങനെ ഉണ്ടാകാം. ಆ ತರವಾಗಿ ഉണ്ടാಗಬಹುದು. സ്തോത്രം. ಆಮೇಲೆ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആയതാണോ? ജീവിതത്തിന്റെ ലൈഫിന്റെ ഡിസോർഡർ ആണോ? ಆಮೇಲೆ ನಮ್ಮ ಲೈಫ್ ಸ್ಟೈಲ್ ಡಿಸಾರ್ಡರ್ ಇಂದ ಕೂಡ ರೋಗ ഒരു പ്രകൃതിയിൽ നിന്ന് എനിക്ക് രോഗം വന്നോ? ಆಮೇಲೆ ಒಂದು ಪ್ರಕೃತಿಯಿಂದ ನಮಗೆ ರೋಗ ಉಂಟಾಯ್ತಾ? ഒരു പകർച്ചവ്യാധിയാൽ ഉണ്ടായോ? ಆಮೇಲೆ ಹರಡುವ ರೋಗದಿಂದ ನಮಗೆ ರೋಗ ಬರಬಹುದು. സാത്താൻ എന്നെ അറ്റാക്ക് ചെയ്തോ? ಸೈತಾನ್ ನನ್ನನ್ನು ಅಟ್ಯಾಕ್ ಮಾಡಿದರ? ഞാൻ ചെയ്ത പാപം മൂലം എനിക്ക് രോഗമുണ്ടായോ? ನಾನ್ ಮಾಡಿದ ಪಾಪ ಮೂಲಕ ನನಗೆ ರೋಗ ಉಂಟಾಯ್ತಾ? ഇത് അറിയേണ്ടത് അവനവനാണ് അറിയേണ്ടത്. ಆಮೇಲೆ ಇದು ಹಾಲೆಲೂಯ ತಿಳಿದುಕೊಳ್ಳಬೇಕಾಗಿರೋದು ಅವರವರಾಗಿ ತಿಳ್ಕೊಳ್ಳಬೇಕು. ചിലപ്പോൾ ദൈവാത്മാവുള്ളവർക്ക് അത് വെളിപ്പെടാം. ಆಮೇಲೆ ಕೆಲಸರಿ ದೇವರ ಆತ್ಮನ ಪ್ರಕಟಪಡಿಸುತ್ತಾರೆ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആരുടെ മേലും വേഗത്തിൽ എന്ത് ചെയ്യരുത്? കൈ വയ്ക്കരുത്. പല അർത്ഥമുണ്ട് അതിന്. സ്തോത്രം. ഒരാളെ കുറിച്ച് തീരുമാനം എടുക്കരുതെന്നുണ്ട്. വേഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. എല്ലാവരുടെയും തലയിലോട്ട് കൊണ്ടുപോയി കൈവെക്കാനായിട്ടൊന്നും ദൈവം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അനുവാദം തന്നിട്ടില്ല. ಆದ್ರಿಂದ ಎಲ್ಲರ ತಲೆ ಮೇಲೆ ಹೋಗಿ ಕೈ ಇಡುವುದಕ್ಕೆ ദൈവത്തോട് ನಮಗೆ പ്രാർത്ഥിക്കണം. ಪರ್ಮಿಷನ್ ಕೊಡಲಿಲ್ಲ. ഒരു വിവേചനം ഉണ്ടാകണം. ಆಮೇಲೆ ಒಂದು ವಿವೇಚನೆ ഉണ്ടാಗಬೇಕು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. സ്തോത്രം. ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. വചനം കേട്ട് മുഖം പ്രകാശിക്കണം. ಆಮೇಲೆ ವಾಕ್ಯವನ್ನು ಕೇಳಿ ನಮ್ಮ ಮುಖದಲ್ಲಿ ಪ್ರಕಾಶ ഉണ്ടാಗಬೇಕು. ആമേൻ. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പോൾ ഇവിടെ ആമേൻ, രോഗങ്ങൾ പല രീതിയിലുണ്ടാകാം. ಇಲ್ಲಿ ರೋಗಗಳು ಹಲವಾರು ವಿಧದಲ್ಲಿ ಬರಬಹುದು. ആമേൻ. ಆಮೆನ್. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ വിഷയം പറയുന്നത്. ಆಮೇಲೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೋಸ್ಕರನೇ ಈ ವಿಷಯ ಹೇಳ್ತಾ ಇರೋದು. രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ വിഷയം പറഞ്ഞു വരുന്നത്. ಆಮೇಲೆ ರೋಗಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕಾಗದೆ ಈ ವಿಷಯಗಳು ಹೇಳಿ ಬರ್ತಾ ಇರುವುದು. ആമേൻ. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. എത്രയോ രോഗങ്ങൾ ആമേൻ ഞങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. രോഗം വരുന്നത് കണ്ടിട്ടുണ്ട്, മാറുന്നതും കണ്ടിട്ടുണ്ട്. ಅಲ್ಲಲ್ಲಿ ಎಷ್ಟೋ ಜನರಿಗೆ ರೋಗ ಬರುವುದು ನೋಡಿದಿವಿ, ಆ ರೋಗವನ್ನು ಬಿಟ್ಟು ಹೋಗುವುದು ಕೂಡ ನೋಡಿದಿವಿ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. എത്രയോ രോഗങ്ങൾ, ഞാൻ എത്രയോ രോഗങ്ങൾ മാറുന്ന കണ്ടിട്ടുണ്ട്. എಷ್ಟോ രോഗಗಳು ನನ್ನ ಕಣ್ಣಿಂದ ನಾನು എಷ್ಟೋ ഏറ്റവും രോಗಗಳು വലിയ രോഗം, ಸೌಖ್ಯವಾಗುವುದು ನೋಡಿದಿವಿ. ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് ക്യാൻസർ ആണ്. ಆಮೇಲೆ ದೊಡ್ಡ ಕಾಯಿಲೆ ಒಂದಾಗಿ ಹೇಳೋದು ಕ್ಯಾನ್ಸರ್ ಆಗಿದೆ. അപ്പൊ എന്റെ ത്രോട്ടിന്റെ അകത്ത്, തൈറോയിഡിനകത്ത് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ಹಾಲೆಲೂಯ. ನನ್ನ ಥ್ರೋಟ್ ಅಲ್ಲಿ ಹಾಲೆಲೂಯ ಥೈರಾಯ್ಡ್ ಒಳಗಡೆ ಕ್ಯಾನ್ಸರ್ ಇದೆ ಎಂದು ಡಾಕ್ಟರ್ ಹೇಳಿದರು. സ്തോത്രം. ಆಮೇಲೆ കർത്താവ് എന്നോട് പറഞ്ഞു, ಆದ್ರೆ ಕರ್ತನ್ ನನ್ನ ಹತ್ರ ಹೇಳಿದೆ, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിലയേറിയവരാണ്. ಆಮೇಲೆ ಹಾಲೆ ಬಾಳ ಹಾಲೆಲೂಯ ಹೆಚ್ಚಾಗಿರುವರು. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ಆಮೇಲೆ ಹಾಲೆಲೂಯ ನಾನು ನಿನ್ನ ಸೌಖ್ಯ ಮಾಡುವ ಯೆಹೋವನು. പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂയ. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ನನ್ನ ಆಪರೇಷನ್ ಆಗಿತ್ತು. റേഡിയേഷൻ ചെയ്തു. ರೇಡಿಯೇಷನ್ ಮಾಡಿದ್ರು. പിന്നെയും ചെന്നപ്പോ പിന്നെയും റേഡിയേഷൻ ചെയ്തു. ಹಾಲೆಲೂಯ. ಮತ್ತೆ ಸ್ವಲ್ಪ ಕಾಲ ಆಗಿದೆ, ಮತ್ತೆ ರೇಡಿಯೇಷನ್ ಮಾಡಿದ್ರು. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം കൃപയാൽ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുക. ആമേൻ. ದೇವರ ಕೃಪೆಯಿಂದಲೇ ನಮ್ಮನ್ನಲ್ಲಿ ಹಾಕಿಟ್ಟಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കണ്ടു. ಆಮೇಲೆ ನಾವು ತುಂಬಾ ವಿಷಯಗಳನ್ನು ನೋಡಿದಿವಿ. പക്ഷേ ഞങ്ങൾ തോക്കാൻ തയ്യാറായില്ല. ಆದ್ರೆ ನಾವು ಸೋತೋಗೋದಕ್ಕೆ ರೆಡಿ കാരണം ഐ ആം ദ ഹീലർ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയത്രേ. ഞാൻ നിന്നെ സൗഖ്യ ಮಾಡುವ ಯೆಹೋವನು. ഹല്ലേലൂയ. 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 അങ്ങനെയാണെങ്കിൽ ಹಾಗಾದರೆ ആമേൻ, സകല രോഗങ്ങളും
ഈ നാമത്തിൽ മാറിയേ തീരൂ. ആമേ സകല രോഗಗಳು ಈ ಹೆಸರಲ್ಲಿ ಬಿಟ್ಟು ಹೋಗಲೇಬೇಕು. ഇനി മാറിയില്ലെങ്കിലോ? ಇನ್ನು ನೀಗಿ ಹೋಗಿಲ್ಲ ಅಂದ್ರೆ നോ പ്രോബ്ലം, പേടിക്കണ്ട. ಆಮೇ ಹಾಲೆಲೂಯ ಭಯಪಡಬೇಕಾಗಿಲ್ಲ. മാറിയില്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്നേ ഉള്ളൂ. ಆಮೇ ಆ ರೋಗವನ್ನು ನೀಗಿ ಹೋಗಿಲ್ಲ ಅಂದ್ರೆ ನಾವು ಸತ್ತು ಹೋಗುತ್ತೆ ಅಷ್ಟೇ. മരിച്ചാൽ ನಾವು ಸತ್ತರೆ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചോണ്ടിരുന്ന അവിടെ പോകും. സ്വർഗത്തിൽ പോണെന്നല്ലേ പ്രാർത്ഥിച്ചേ? ಇಷ್ಟ ದಿನ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಪರಲೋಕಕ್ಕೆ ಹೋಗ್ಬೇಕಂತಲ್ಲ ಅಲ್ಲ ಹೋಗುತ್ತೀವಿ. അതിനുവേണ്ടിയല്ലേ പ്രാർത്ഥിച്ചേ? ಅದಕ್ಕೋಸ್ಕರವೆಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡುದು. അവിടെ ദൈവം കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. ಹಾಲೆಲೂಯ, ಅಲ್ಲಿ ದೇವರು ನಮ್ಮನ್ನ ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. നമുക്ക് പേടിയൊന്നുമില്ല. ಅದಕ್ಕೆ ನಮ್ಗೆ ಭಯವೇನಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. കണ്ടോ എത്ര പേര് പേടിച്ച് പ്രൈസ് ദി ലോർഡ് ഞടുങ്ങിയിരിക്കുകയാണ്. ಅಲ್ಲಿ ಎಷ್ಟೋ ಜನರು ಭಯದಿಂದ ನಡುಗಿ ಕೂತಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പേടിക്കത്തില്ല. ನಾವು ಭಯಪಡುವುದಿಲ್ಲ. ആമേൻ. ಆಮೆನ್. ആമേൻ. ഉയരത്തിനോ ആഴത്തിനോ, ಆಮೆನ್. ಹല്ಲೇಲೂയ. ಉಯರಕ್ಕಾಗಿ, ജീവനോ മരണത്തിനോ, ಆಮೆನ್. ಹಲ್ಲೇಲೂಯ. ಮೇಲಕ್ಕಾಗಿದೆ, ಕೆಳಕ್ಕಾಗಿದೆ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ದೂതರ್ಕಾಗಲಿ നമ്മളെ പേടിപ്പിക്കാൻ പറ്റിയാല. ಅಲ್ಲಿ ನಮ್ಮನೆ ಭಯಪಡಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ಆಮೆನ್. ഇനി ശ്രദ്ധിക്കുക. ಶ್ರದ್ಧೆಯಿಂದ പ്രവചന ആത്മാവിൽ, ಪ್ರವಾದನ ಆತ್ಮವಲ್ಲಿ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ಆಮೆನ್. ಶ್ರದ್ಧೆಯಿಂದ ಇದ್ರಲ್ಲ ಎಲ್ಲರೂ. ഇനി ഞാൻ വല്ല കേരള രാഷ്ട്രീയം എല്ലാം പറയണോ ജസ്റ്റിനെ? പ്രൈസ് വേണ്ടല്ലേ? പ്രൈസ് ദൈവത്തിന് സ്വോത്രം. ആൾക്കാർ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വോത്രം. എന്തോ പരിപാടി ഇത്? പ്രസംഗം മാത്രമായിട്ട് പോവാണോന്ന്? പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. ശ്രദ്ധിക്കുക. ಆಮೆನ್. ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. പ്രവചന ആത്മാവിൽ, ഹല്ലേലൂയ, ಪ್ರವಾದನ ಆತ್ಮನಲ್ಲಿ സ്തോത്രം, ಆಮೆನ್, ആമേൻ, ചില കാര്യങ്ങൾ ಕೆಲ ವಿಷಯಗಳು ദൈവം ದೇವರು തന്റെ ദാസന്മാരിലൂടെ ചെയ്യും. ತನ್ನ ದಾಸರ ಮುಖಾಂತರ ಮಾಡ್ತಾರೆ. ആമേൻ. ಆಮೆನ್. അങ്ങനെ ചെയ്യുമ്പോൾ ಹಾಗೆ ಮಾಡುವಾಗ വിശ്വാസമുണ്ടെങ്കിൽ ನಂಬಿಕೆ ಇದ್ದರೆ അപ്പോൾ സൗഖ്യമുണ്ടാവും. ಆಗ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. മോശെ ആമേൻ ഒരു മരമെടുത്ത് ಒಂದು ಮರದ മാറായിലിട്ടു. ಅಲ್ಲಿ ಮಾರಾಯಲ್ಲಿ ಇಟ್ಟಿದ್ರು. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളം മധുരമാകാൻ കൽപ്പിക്കുകയല്ല. ಅಲ್ಲಿ ನೀರನ್ನು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡೋದಕ್ಕೆ ಕಟ್ಟಳೆ ಇಟ್ಟಿದ್ದಾರೆ. ഒരു മരക്കൊമ്പ് കയ്പിനെ മധുരമാക്കി. ಆಮೆನ್. ಒಂದು ಮರದ ಗೊಂಬು ಆ ಕಹಿಯ ನೀರನ್ನು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡಿಸಿದೆ. സ്തോത്രം. ಆಮೆನ್. യേശുവാകുന്ന മരക്കൊമ്പ് നമ്മുടെ ജീവിതത്തിന്റെ കയ്പുകളെ മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ വീഴട്ടെ. ಆಮೆನ್. ಯೇಸುವಾಗಿದ್ದ ಮರದ ಗೊಂಬುಗಳು ನಮ್ಮ ಜೀವನದ ಕಹಿಯನ್ನು ಮಾರ್ಪಡಿಸುವುದಕ್ಕೆ ಸಹಾಯವಾಗಲಿ. ആമേൻ. യേശുവാകുന്ന മരക്കൊമ്പ് എന്റെ ജീവിതത്തിൽ യേശുವಾಗಿದ್ದ വീഴുമ്പോൾ ನನ್ನ ಜೀವಿತದಲ್ಲಿ എന്റെ ಬೀಳುವಾಗ കയ്പായ രോഗം ನನ್ನ ಕಹಿಯಾಗಿದ್ದ ರೋಗವು മാറിപ്പോകും. ಅದು ನೀಗಿ ಹೋಗುತ್ತದೆ. കർത്താവ് പറയുകയാണ്, ಕರ್ತನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഇവർക്ക് രോഗമൊന്നുമില്ല. ನಿನಗೆ ഈ ರೋಗವೇನಿಲ್ಲ. കയ്പിനെ ദൈവം വിളിച്ചത്, ആമേൻ, I am the healer. ഇത് രോഗമത്രേ, ഇതിനെ ഞാൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ನಾನು ಸೌಖ್ಯ ಮಾಡುವ ದೇವರಾಗಿದ್ದಾರೆ. ನಾನು ಕಹಿಯ ನೀರನ್ನು ಸಿಹಿಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತೇನೆ. പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ಪ್ರಾರ್ಥನೆಯಿಂದ ಆಗಿರೋಣ. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. എലീശായുടെ കാലത്ത് ಎಲೀಷನ ಕಾಲದಲ್ಲಿ ഒരു നാട്ടിലെ വെള്ളം, ಒಂದು ಊರಿನ ನೀರು കുടിക്കുന്ന പെണ്ണുങ്ങളുടെ എല്ലാം ഗർഭം അലസിപ്പോകും. ಅಲ್ಲಿ ಅದು ಕುಡಿಯುವ ಹೆಂಡಸರುಗಳ ಗರ್ಭವೆಲ್ಲ ಅಲಸಿ ಹೋಗುತ್ತಾ ಇತ್ತು. ഒരു മരം വെട്ടി അതിനകത്ത് ഇട്ടു. ಆತನ ಒಂದು ಮರದ ಕೊಂಬು ಕಟ್ ಮಾಡಿ ಅದರಲ್ಲಿ അത് ಹಾಕಿದೆ. പഥ്യമായി തീർന്നു. ಅಲ್ಲಿ ಆ ನೀರು ಪಥ್ಯವಾಗಿ ആ ಮಾರ್ಪಟ್ಟಿತು. മരം ക്രിസ്തു ആയിരുന്നു. ಅಲ್ಲಿ ಆ ಮರ ಕುಡಿ ಕ್ರಿಸ್ತನಾಗಿತ್ತು. മോശ വെട്ടിയിട്ടതും ಮೋಶೆಯು ಬೆಟ್ಟಿ യഹോവയായ ദൈവം കാണിച്ചു കൊടുത്തതും ಅಲ್ಲಿ ಯೆಹೋವನಾದ ದೇವರು ക്രിസ്തു ತೋರಿಸಿಕೊಟ್ಟಿದ್ದು എന്ന മരത്തെ ആയിരുന്നു. ಆಮೇ ಕ್ರಿಸ್ತು ಎಂದ ಮರವಾಗಿತ್ತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് മരിച്ചു. ಒಂದು ಮಗು ಸತ್ತೋಯ್ತು. പ്രവാചകൻ ആ കുഞ്ഞിന്റെ മുകളിൽ കയറി കടന്നു. ಆಮೇ ಪ್ರವಾದಿ ಆ ಮಗು ಮೇಲೆ ಮಲಗಿದೆ. ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി. ಆ ಮಗುಗೆ ಜೀವವು ವಾಪಸ್ ಬಂದಿದೆ. I am the healer. ಆಮೇ ನಾನು ಸೌಖ್ಯ ಮಾಡುವ ദൈവം ದೇವರು. പ്രവർത്തിക്കുകയാ. ಆಮೇ ದೇವರು ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ಆಮೇ. സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ಹೊಸ ಉಡಂಬಡಿಕೆ ಬರಬೇಕಂದ್ರೆ, പഴയ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ಪ್ರವಾದಿ ಪುಸ್ತಕಕ್ಕೆ ಬರಬೇಕಂದ್ರೆ ഇസ്കിയാവിന് മരണകരമായ രോഗം പിടിച്ചു. ಇಸ್ಕಿಯನ್ಗೆ ಮರಣಕರವಾದ ರೋಗವನ್ನು ಹಿಡಿದಿತು. ചില രോഗം വന്നു കഴിയുമ്പം ಕೆಲ ರೋಗವು ಬರಬೇಕಂದ್ರೆ കർത്താവ് വിളിക്കാൻ സമയം അങ്ങ് സംഭവിച്ചേക്കണം. ಆಮೇಲೆ ಕರ್ತನು ಕರೆಯೋದಕ್ಕೆ ರೆಡಿ ಆದ್ರೆ ನಾವು ಒಪ್ಪಿಸ್ಕೊಡ್ಬೇಕು. ഈ പുള്ളി ഭയങ്കര നിലവിളി എന്നെ വിളിച്ചു. ಈ ಇತನು ತುಂಬಾ ಬಾಳವಾಗಿ ಕೂಗಾಡೋದಕ್ಕೆ ಶುರು ಮಾಡಿದನು. കരഞ്ഞപ്പം ദൈവം കേട്ടു. ಆತನು ಬಾಳವಾಗಿ ಆಳುವಾಗ ದೇವರು ಕೇಳಿದ್ರು. ഒരു 15 വർഷം എക്സ്ട്രാ കൊടുത്തു.
ಅಲ್ಲ ಒಂದು 15 ವರ್ಷ ಕಾಲ ಆತನಿಗೆ ಆಯುಸ್ಸು ಹೆಚ್ಚಾಗಿ യേശയ്യാ പ്രവാചകൻ 38-ാം അധ്യായത്തിൽ പറയുന്നത്, ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 32ನೇ ಅಧ್ಯಾಯ ಹೇಳ್ತಾ ಇರುವುದು. നിങ്ങൾ ശ്രദ്ധ പോകും, അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം കൃത്യം അതിലോട്ട് തൊട്ട് കാണിക്കാത്തത്. ಆಮೇಲೆ ನೀವು ಶ್ರದ್ಧೆ ಆ ಕಡೆ ಈ ಕಡೆ ಹೋಗಾದಿರೋದಕ್ಕೆ ವಾಕ್ಯವು ಕೃತ್ಯವಾಗಿ ಹೇಳ್ತಾ ಇರುವುದು. ആമേൻ. ഹിസ്കിയാവിനോട് ಹಿಸ್ಕೀಯನ ಹತ್ರ യേശയ്യാ പ്രവാചകൻ ಯೆಶಾಯ ಪ್ರವಾದಿ അത്തിപ്പഴം കൊണ്ടുവന്ന് മുറിവിൽ പെരട്ടേണം എന്ന് പറഞ്ഞു. ಅಲ್ಲಿ ಅಂಜೂರ ಮರದ ಹಣ್ಣನ್ನು ತಗೊಂಡ್ಬಂದು ಆ ಗಾಯದಲ್ಲಿ ಹಾಕಬೇಕು ಎಂದು ಹೇಳಿದ್ರು. മരണകരമായ രോഗമാണ്. ಅದೊಂದು ಮರಣಕರವಾದ ರೋಗವು ಹಿಡಿದಿದ್ದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. അപ്പോൾ ഈ അത്തിപ്പഴം ഹല്ലേലൂയ, ഈ ಅಂಜೂರ മರದ ಹಣ್ಣು മരണകരമായ രോഗത്തിൽ നിന്നും ആമേൻ ഹിസ്കിയാവിനെ സൗഖ്യമാക്കി. ആമേൻ. മരണകരವಾದ ರೋಗದಿಂದ ಹಿಸ್ಕೀಯನಿಗೆ ഹിസ്കിയാവിന്റെ വ്രണങ്ങൾ സൗഖ്യമായി. ಆಮേನ್. ಆತನ ഒരുപക്ഷേ ಸೌಖ್ಯವಾಯಿತು. കുഷ്ഠമോ ക്യാൻസറോ ആയിരുന്നിരിക്കാം. ಅಲ್ಲ, ಒಮ್ಮೆ ಅದು ಕುಷ್ಠವಾಗಿಲ್ಲ ಅಂದ್ರೆ ಕ್ಯಾನ್ಸರ್ ಕೂಡ ಆಗಿರಬಹುದು. ദൈവം ഹീൽ ചെയ്തു. ಆಮേನ್. ದೇವರು ಸೌಖ್ಯ ಮಾಡಿದಾನೆ. ഇത് പ്രവചനാത്മാവിൽ നടക്കുന്ന ഹീലിംഗ് ആണ്. ಆಮೇನ್. ಇದು ಪ್ರಬೋಧನ ಆತ್ಮನಲ್ಲಿ ನಡೆಯುವ ವಿಷಯಗಳಾಗಿದೆ. ഇനി ആൾക്കാർ രോഗമുള്ളവരും എല്ലാവരും പോയി അത്തിപ്പഴം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വെക്കണ്ട. പ്രവചനാത്മാവിൽ നടക്കുന്ന കാര്യമാണ്. ಆಮೇಲೆ ರೋಗ ಇರುವವರೆಲ್ಲ ಅಂಜೂರ ಮರದ ಹಣ್ಣು ತಗೊಂಡ್ಬಂದು ಗಾಯದಲ್ಲಿ ಹಾಕಬೇಕಾಗಿಲ್ಲ. ಇದು ಪ್ರವಾದದಲ್ಲಿ ನಡೆದ ವಿಷಯ. സ്തോത്രം. ಆಮೇನ್. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ಹೊಸ ಉಡಂಬಡಿಕೆ ನಾವು ಬರಬೇಕಂದ್ರೆ പെട്ടെന്ന് പറഞ്ഞു പോകാം. ಅಲ್ಲಿ ಬೇಗನೆ ಹೇಳ್ತೀವಿ. ആമേൻ. യേശു ಸ್ವಾಮಿ ഒരു പൊട്ടക്കണ്ണന്റെ ಒಂದು ಕುರುಡನ ആമേൻ കണ്ണിലേക്ക് ಅಲ್ಲಿ ಕಣ್ಣಲ್ಲಿ ആമേൻ മണ്ണ് തുപ്പല് കൊണ്ട് കുഴച്ചിട്ട് ಹಾಲಲ್ಲಿ ಆ ಮಣ್ಣು ಹಾಲಲ್ಲಿ ಆತನ ಬಾಯಲ್ಲಿ ಊಗಿದು അവന്റെ കണ്ണിൽ പരട്ടി. ಹಾಲಲ್ಲಿ ಆತನ ಕಣ್ಣಲ್ಲಿ ಹಚ್ಚಿದನು. ശീലോകാമിൽ പോയി കഴുകാൻ പറഞ്ഞു. ಹಾಲಲ್ಲಿ ಎಂಜಲ್ ಹಚ್ಚಿಬಿಟ್ಟು ಶೀಲೋಕದಲ್ಲಿ ಹೋಗಿ ತೊಳಿ ಅಂತ ಹೇಳಿದರು. നൂറുകണക്കിന് കുരുടന്മാരെ യേശു വാക്കിനാൽ സൗഖ്യമാക്കിയപ്പോൾ ಆಮೇಲೆ ನೂರಾರು ಕುರುಡರನ್ನು ದೇವರು ಹಾಲಲ್ಲಿ ಮಾತಿನಿಂದ ಸೌಖ್ಯ ಮಾಡುವಾಗ ഇവനെ ഈ മണ്ണുകൊണ്ട് യേശു സൗഖ്യമാക്കി. ಅಲ್ಲಿ ಈತನನ್ನು ಆ ಮಣ್ಣಿನಿಂದ ದೇವರು ಸೌಖ್ಯ ಮಾಡಿದನು. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಒಂದು ವ್ಯಕ್ತಿಗೆ ആത്മാവിൽ പ്രകാശിക്കപ്പെടുന്ന ಆತ್ಮನಲ್ಲಿ ಪ್ರಕಾಶ ಹೊಂದುವ ഒരു കാര്യം ചെയ്യുമ്പോൾ ಒಂದು ಕಾರ್ಯ ವಿಷಯ അതിനെ എതിർക്കാനല്ല, ಅದನ್ನ ಎತ್ತಕ್ಕಲ್ಲ, അത് ദൈവാത്മാവാണ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ಅದು ದೇವರ ಆತ್ಮನಾಗಿದೆ അപ്പോൾ അവിടെ അത്ഭുതം നടക്കും. ಆಗ ಅಲ್ಲಿ ಅದ್ಭುತಗಳನ್ನು ನಡೆಯುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഇനി ഒരുത്തന്റെ ಇನ್ನೊಬ್ಬನ ചെവിക്കകത്ത് യേശു തുപ്പി ಹಾಲಲ್ಲಿ ಕಿವಿಯೊಳಗಡೆ ಆತನು ಹಾಲಲ್ಲಿ ಹೋಗಿದರು. എന്നിട്ട് വിരലിട്ടു. ನಂತರವಾಗಿ ಆತನ ಬೆರಳನ್ನು ಇಟ್ಟಿದರು. നിങ്ങൾ പോയി തുപ്പിയേക്കല്ലേ. ಯಾರ ಕಿವಿಯಲ್ಲಿ ಉಗಿಬೇಡ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്ന ചില കാര്യമാണ്. ಆಮೆನ್. ದೇವರ ಆತ್ಮನಲ್ಲಿ ಮಾಡುವ ಕೆಲ ವಿಷಯಗಳು. സ്തോത്രം. ಆಮೆನ್. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ಪವಿತ್ರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾರೆ, തുപ്പുന്നതിന് കുഴപ്പമില്ല. ಆಮೆನ್. ಉಗಿಯೋದ್ರಿಂದ ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ഇത് അനുഭവിക്കുന്നവനും കൂടെ വിശ്വാസം വേണം. ಆದ್ರೆ ಅದು ಅನುಭವಿಸಲು ಕೂಡ ನಂಬಿಕೆ ಇರಬೇಕು. അപ്പോൾ അവന്റെ ചെവിയും കണ്ണും തുറന്നു വന്നു. അവന്റെ ചെവിയും വായും തുറന്നു വന്നു. ಆತನ ಕಿವಿಯು ಬಾಯನ್ನು ತೆರೆದು ಬಂದರು. ഇതിന്റെ പിന്നിൽ സയന്റിഫിക്കൽ വിശ്വാസപരമായ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ಆಮೇಲೆ ವಿಶ್ವಾಸಪರವಾದ ಕೆಲ ವಿಷಯಗಳು ಕೂಡ ಉಂಟದ್ರಲ್ಲಿ. അതിപ്പോൾ പറയാൻ നേരമില്ല. ಅದೀಗ ಹೇಳೋದಕ್ಕೆ ಸಮಯವಿಲ್ಲ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ಆಮೇಲೆ ಜಸ್ಟ್ ಹೇಳಿ ಮುಂದೆ ಹೋಗ್ತಾ ಇದೆ. തുപ്പല് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. എച്ചലിಂದ സൗഖ്ಯ ಮಾಡಿದೆ. അത്തിപ്പഴം സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ಅಂಜೂರ ಹಣ್ಣು ಸೌಖ್ಯ ಕೊಡುತ್ತೆ. കുഴച്ച മണ്ണ് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. ಉಗಿದು ಹಲ್ಲೆಲೂಯ ಇದು ಮಾಡಿದಾಗ ಮಣ್ಣು ಕೂಡ ಸೌಖ್ಯ ಮಾಡ್ತಾರೆ. മരക്കൊമ്പ് സൗഖ്യമാക്കുന്നു. ಮರದ ಕೊಂಬಲ್ಲಿ ಸೌಖ್ಯ ಮಾಡಿದ್ದಾರೆ. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധೆಯಿಂದ ಇದ್ದೀರಾ? ശ്രദ്ധിക്കുന്നുണ്ടോ? ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമെൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ಆಮೆನ್. ಇವತ್ತು ಕರ್ತನು ಏನ್ ಮಾಡಕ್ ಹೋಗ್ತಾ ಇದಾರೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಕರ್ತನಿಗೆ ಮಾತ್ರ ಗೊತ್ತುಂಟು. ഞാനൊരു പരീശനല്ലാത്തത് കൊണ്ട്, ನಾನೊಂದು ಪರಿಸಯನಲ್ಲದಿರೋದ ಮೂಲಕ സ്തോത്രം, ആമേൻ, ഇങ്ങനെ ചെയ്ത മാത്രമേ സൗഖ്യാവൂ എന്ന് ഞാൻ പറയത്തില്ല. ಹೀಗೆ ಮಾಡಿದರೆ മാറി നിന്ന് യേശുവിന്റെ നാമം പറഞ്ഞോണം, അപ്പൊ സൗഖ്യാവും. ನೀವು ഞാൻ പരീശനല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയത്തില്ല. ಪರಿಸನ ಅಲ್ಲದಿರೋದು ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് പറയുന്നത്. ബൈബിൾ ಏನ್ ಕಲಿಸ್ಕೊಡ್ತಾ ಇದ್ರು ಅದೇನೇ ಹೇಳ್ತಾ ಇರುವುದು. ആമേൻ. ಆಮೆನ್. പത്രോസ് നടന്നു പോകുമ്പോൾ ಪೇತ್ರನು ನಡೆದು ಹೋಗಬೇಕಂದ್ರೆ തന്റെ നിഴൽ വീണ് ജനം സൗഖ്യമായി. ಆತನ ನೆರಳನ್ನು ಬಿತ್ತು ರೋಗಿಗಳ ಸೌಖ್ಯವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. പൗലോസിന്റെ കയ്യിൽ ഒരു ടവൽ ഉണ്ടായിരുന്നു. ಪೌಲನ ಕೈಯಲ್ಲಿ ಒಂದು ಹಾಲಲ್ಲಿ ಕರ್ಚೀಫ್ ಇತ್ತು. അതിന്മേൽ നിന്ന് സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരുന്നു. ಆಮೆನ್. ಅದನ್ನ ಮೇಲ್ಗಡೆಯಿಂದ ಸೌಖ್ಯವನ್ನು ವ್ಯಾಪರಿಸುತ್ತಾ ಇತ್ತು. യേശുവിന്റെ വസ്ത്രത്തിന്മേൽ ഒരു 12 വർഷം രോഗിയായിരുന്നവൾ തൊട്ടു,
തക്ഷണം സൗഖ്യമായി. ಯೇಸು ಸ್ವಾಮಿಯ ಬಟ್ಟೆ ಮೇಲೆ 12 ವರ್ಷ ಕಾಯಲಾಗಿದ್ದೊಂದು ಗಂಡಸರು ಮುಟ್ಟಿದಾಳೆ, ತಕ್ಷಣ ಸೌಖ್ಯ ಹೊಂದಿದಳು. പിന്നീട് തൊട്ടവർക്കെല്ലാം സൗഖ്യമാണ്. ಆಮೇಲೆ ಮುಟ್ಟಿದವರಿಗೆಲ್ಲ ಸೌಖ್ಯ ಉಂಟಾಯಿತು. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ಇಷ್ಟು ವಿಷಯಗಳು ನಾನು ಹೇಳಿದ್ದು ഇത് പ്രോഫറ്റിക്കൽ ഹീലിംഗിനെ കുറിച്ചാണ് പറഞ്ഞത്. ಹಾಲೆಲೂಯ. ನಾವು ಪ್ರವಾದನ ನುಡಿ ನಡೆಯುವ ಹಾಲೆಲೂಯ ಹೀಲಿಂಗ್ ನೇ ಕುರಿತಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. യേശു ഒരുത്തനോട് പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಒಬ್ಬನ ಹತ್ರ ಹೇಳಿದ್ರು, നിന്റെ കിടക്ക എടുത്ത് നടക്ക, ನಿನ್ನ ಹಾಸಿಗೆಯನ್ನು ತಗೊಂಡು ನಡೆಯಿರಿ ಎಂದು. സ്തോത്രം. ಆಮೆನ್. ഇത് പ്രോഫറ്റിക്കൽ ഹീലിംഗ് ആണ്. ಹಾಲೆಲೂಯ. ಅದೊಂದು ಪ್ರವಾದನ ನುಡಿಯಲ್ಲಿ ಬಂದಿದ್ದ പരിശുദ്ധാത്മാവ് ആ സന്ദർഭത്തിൽ പ്രേരിപ്പിക്കുന്ന കാര്യം. ಆಮೆನ್. ಪವಿತ್ರಾತ್ಮನು ಆ ಸಮಯದಲ್ಲಿ ಪ್ರೇರೇಪಣೆ ಕೊಟ್ಟಿ ಮಾಡುವ ವಿಷಯಗಳು. സ്തോത്രം. ಆಮೆನ್. അത് ചെയ്യുമ്പോൾ ಅದು ಮಾಡುವಾಗ അത്ഭുതകരമായ ഹീലിംഗ് ആണ്. ಅದ್ಭುತಕರವಾದ ಹಾಲೆಲೂಯ ಹೀಲಿಂಗ್ ಉಂಟಾಗಿದೆ. ഓ ജീസസ്. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. കർത്താവേ നന്ദി. ಕರ್ತನೇ സ്തോത്രം. ಹಾಲೆಲೂಯ. സ്തോത്രം. ಸ್ತೋತ್ರ. സ്തോത്രം. ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അപ്പോൾ അങ്ങനെ പ്രോഫറ്റിക്കൽ ഹീലിംഗ് ഉണ്ട്. ಹಾಲೆಲೂಯ. ಆತರವಾದ ಹಾಲೆಲೂಯ ಪ್ರೊಫೆಟಿಕಲ್ ಹೀಲಿಂಗ್ ಇದೆ. ചില കാര്യങ്ങൾ കാണുമ്പോൾ ಕೆಲ ವಿಷಯಗಳು ನೋಡುವಾಗ ഈ വിമർശിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറെ പേരുണ്ട്. ವಿಮರ್ಶನೆ ಮಾಡೋದಕ್ಕೆ ಮಾತ್ರವಾಗಿ ನಡೆಯುವ ಕೆಲವರುಂಟು. സ്തോത്രം. ಆಮೆನ್. ബൈബിൾ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. ಬೈಬಲ್ ಗೊತ್ತಿದ್ರೆ ಆತರ ಮಾಡುವುದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. ഈ ഉപദേശ പ്രസംഗം കാണിച്ചാൽ നമുക്ക് സംസാരിക്കാം. ಆಮೇಲೆ ತಪ್ಪಾದ ಉಪದೇಶವನ್ನು ಮಾಡಿದರೆ ನಾವು ಉಪದೇಶ ಮಾಡಬೇಕು. സ്തോത്രം. ಆಮೆನ್. ഇനി അവരുണ്ടാക്കുന്ന ഉപദേശപ്രകാരം ജീവിക്കാൻ വേണ്ടി അല്ല നമ്മൾ നടക്കുന്നത്. ಹಾಲೆಲೂಯ. ಅವರು ಉಂಟು ಮಾಡುವ ಉಪದೇಶದಂತೆ ಜೀವಿಸುವುದಕ್ಕಲ್ಲ ನಾವು ನಡೀತಾ ಇರುವುದು. സ്തോത്രം. ഓരോ ഗ്രൂപ്പിനും ഓരോ ഉപദേശമാണ്. ಒಂದೊಂದು ಗುಂಪಕ್ಕೂ ಒಂದೊಂದು ಉಪದೇಶ ಉಂಟು. അതിന്റെ പുറകെ പോകാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിನ ಹಿಂದೆ ಹೋಗುವುದಕ್ಕಲ್ಲ ದೇವರು ನಮ್ಮನ್ನು നമുക്ക് ಕರೆದಿರು. ഫോളോ അപ്പ് ചെയ്യാൻ ദൈവത്തിന്റെ വചനമുണ്ട്. ಆಮೇಲೆ ನಾವು ಹಿಂಬಾಲಿಸುವುದಕ್ಕೆ ದೇವರ ವಾಕ್ಯವಿದೆ ನಮಗೆ. ശരിയും തെറ്റും ഇതിനകത്ത് കിടക്കുന്നത്. ಆಮೇಲೆ ತಪ್ಪು ಸರಿ ഇതിനೊಳಗಡೆ ಇದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ അപ്പോൾ ആമേൻ എന്ത് കണ്ടാലും വിമർശിക്കുന്നവര്. ಆಮೇಲೆ ಏನ್ ನೋಡಿದ್ರೇಲೂ ಅದನ್ನ ವಿಮರ್ಶನೆ ಮಾಡುವವರು. ദൈവം ഒരു വ്യക്തി എങ്ങനെയാ സൗഖ്യമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആർക്കറിയാം? ದೇವರು ಒಂದು ವ್ಯಕ್ತಿನೇ ಯಾವ ರೀತಿಯಲ್ಲಿ ಸೌಖ್ಯ ಮಾಡೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದೆ ಅಂತ ಯಾರಿಗೂ ಗೊತ್ತುಂಟು. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ ആർക്കറിയാം? ಯಾರಿಗೂ ಗೊತ್ತಿದೆ. ആമേൻ. ആമേൻ. എത്രയോ വട്ടം നമ്മൾ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ ആമേൻ എത്രയോ രോഗങ്ങൾ മാറി നമ്മൾ കണ്ടു. ಆಮೇಲೆ ಎಷ್ಟೋ ಸರಿ ನಾವು ನೀರನ್ನು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ರೋಗಿ ಕೊಡುವಾಗ ಅದು ವಾಸಿ ಆಗೋದು ನಾವು ನೋಡಿದೀವಿ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകന്മാർക്ക് ഉപ്പിടുമ്പോൾ വെള്ളം പഥ്യമാകുമെങ്കിൽ ಆಮೇಲೆ ಪ್ರವಾದಿಗಳು ಉಪ್ಪಾಕುವಾಗ ಆ ನೀರನ್ನು ಪಥ್ಯವಾಗಿ ಮಾರ್ಪಟ್ಟಿದ್ರೆ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുമ്പോൾ അവിടെ ഹീലിംഗ് നടക്കും. ಆಮೇಲೆ ದೇವರ ಆತ್ಮನಿರದ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಹಾಲೆಲೂಯ ಪ್ರವಾದನ ನುಡಿಯಲ್ಲಿ ಹೇಳುವಾಗ ಅಲ್ಲಿ ವಾಸಿ ಆಗುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. ഇത് പ്രവചനാത്മാവുള്ള സൗഖ്യങ്ങളാണ്. ಇದು ಪ್ರವಾದನ ಆತ್ಮನಲ್ಲಿ ನಡೆಯುವ ಸೌಖ್ಯಗಳು. ആമേൻ. ಆಮೇನ್. ഉറക്കം വരുന്നുണ്ടോ? ನಿದ್ರೆ ಬರ್ತಾ ಇದೆಯಾ? സ്തോത്രം. ಆಮೇನ್. ഉറക്കം വരുന്നില്ലോ അല്ലേ? ನಿದ್ರೆ ಬರ್ತಾ ಇಲ್ಲಲ್ಲ? ഉണ്ടെങ്കിൽ ആമേൻ ഇച്ചിരി ഉറക്കം പ്രസംഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ಆಮೇನ್. ಇನ್ನು ಸ್ವಲ್ಪ ಜೋರಾಗಿ ಪ್ರಸಂಗ ಮಾಡ್ತೀನಿ ನಿದ್ರೆ ഹല്ലേലൂയ. ಬರ್ತಾ ಇದ್ರೆ. അപ്പോൾ അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ಅಲ್ಲಿ ಹೀಗಾಗಿದೆ ಹೇಳಿದುದು. മരുന്നില്ലാത്ത രോഗങ്ങളുണ്ട് കേട്ടോ. ಹಾಲೆಲೂಯ. ಮದ್ದಿಲ್ಲದಿರೋದು ರೋಗಗಳು ಕೂಡ ಉಂಟು. ഏതാണെന്നറിയാവോ? ಯಾವುದೊಂದು ಗೊತ್ತಾ? മനോവേദനയ്ക്ക് ഒരു മരുന്നുമില്ല അല്ലേ? മനോനോവಕ್ಕೆ 34-ാം സങ്കീർത്തനത്തിന്റെ അകത്തുണ്ട്, മനം 34 തകർന്നവനെ അവൻ മുറിവ് കെട്ടുന്നു. ಹಾಲೆಲೂಯ. ಮನ ಹೊಡೆದವರನ್ನೇ ಆತನು ಹಾಲೆಲೂಯ ಸ್ತೋತ್ರ. ಗಾಯವನ್ನು ಕಟ್ಟುತ್ತಾ ಇದೆ ಅಂತ. ഹല്ലേലൂയ. ಆಮೇಲೆ അപ്പൊ മരുന്നുണ്ട് അതിന്, മനോവേദനയ്ക്ക് മരുന്നുണ്ട്. ಆಮೇಲೆ ಅದಕ್ಕೆ ಮದ್ದುಂಟು. പണ്ട് പറയുമായിരുന്നു, ಮುಂಚೆ ಹೇಳ್ತಾ ಇದ್ರು ആമേൻ, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയായിരുന്നു. ಹಾಲೆಲೂಯ. ಹೊಟ್ಟೆ ಕಿಚ್ಚಿಗೂ ಮತ್ತೆ മുടിയില്ലാത്ത, ಬಾಣ್ಲೆ ഇപ്പം ಅದಕ್ಕೆ മുടിയില്ലാത്തതിന് മരുന്നുണ്ട്. ಆಮೇಲೆ ಅದಕ್ಕೆ ಹಾಲೆಲೂಯ ಮದ್ದಿಲ್ಲ ಎಂದು. ಈಗ ಆದ್ರೆ ಕೂದಲು ಹೋದ್ರೆ ಅದಕ್ಕೆ ಮದ್ದಿದೆ. മരുന്നില്ലാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, ಆಮೇಲೆ ಮದ್ದಿല്ലാದ್ರದ್ದು ಒಂದೇ ಒಂದು ವಿಷಯ, അത് അസൂയ. ಅದು ಮದ್ದಿല്ലാದ್ರದ್ದು ಒಂದೇ ಒಂದು ವಿಷಯ, ಹೊಟ್ಟೆ ಕಿಚ್ಚು. സ്തോത്രം. ಆಮೇಲೆ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ಅದಕ್ಕೆ ಮದ್ದು ಕಂಡುಹಿಡಿಯಕ್ಕೆ ಆಗ್ಲಿಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ. ಆಮೇಲೆ അപ്പോൾ ഈ മരുന്നില്ലാത്ത രോഗമുണ്ട്. ಹಾಲೆಲೂಯ. ಮದ್ದಿല്ലാದಿರೋದು ಕಾಯಿಲೆ ಉಂಟು. മനോവേദനയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചു കേട്ടോ. പിന്നെ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. ಆಮೇಲೆ ಹಾಲೆಲೂಯ. സ്തോത്രം. ಮನೋಕಾಯಿಲೆಗಳಿಗೆ ಸ್ತೋತ್ರ. ದೇವರು ಮದ್ದನ್ನು ಕಂಡುಹಿಡಿದಿದ್ದಾರೆ. നല്ല ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ಒಳ್ಳೆ ಒಂದು ಹೆಂಡತಿ ಇದ್ದರೆ അതാണ് യഥാർത്ഥ മരുന്ന്. ಅಲ್ಲಿ ಅದಾಗಿದೆ ಯಥಾರ್ಥವಾದ ಔಷಧ. മനസ്സറിഞ്ഞ് സാരമില്ല ചേട്ടാന്ന് പറയാൻ ആമേൻ ഒരു താഴ്മയുള്ള സ്ത്രീയെ കിട്ടിയാൽ മനോവേദന പോയി. ಆಮೇಲೆ
അവള് തിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എന്തായിരിക്കും? മൊത്തം ಪ್ರೋಡಾയിരിക്കും. ಆಮೇಲೆ ಹಾಲೆಲೂಯಾ ನಮ್ಮ ನೋವುಗಳನ್ನು ತಿಳಿದುಕೊಂಡು ಏನು ಪರವಾಗಿಲ್ಲ ಬಿಡಿ ಅಂತ ಹೇಳೋದಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ಹೆಂಡತಿ ಇದ್ರೆ ಹಾಲೆಲೂಯಾ ನೋವುಗಳೆಲ್ಲ ಹೋಗುತ್ತದೆ. ಆದರೆ ಉಲ್ಟವಾಗಿ ಅವರಿದ್ರೆ ಎಲ್ಲ ವಿಷಯಗಳನ್ನು ಉಲ್ಟ ಆಗಿಬಿಡುತ್ತೆ. പലരും ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുക. എല്ലാവരും ഈ ತರ ಲೆಕ್ಕಾಚಾರ ಮಾಡಿ ಕೂತಿದ್ದಾರೆ. ഈ പുള്ളിക്കൊന്നും വരുന്നില്ലല്ലോ. ಆಮೇಲೆ സ്തോത്രം. ഒന്ന് ഈ പുള്ളി ഒന്ന് താഴ്ത്താൻ, പ്രൈസ് ദി ലോർഡ്, ഈ കൊമ്പൊക്കെ ഒന്ന് ഒരിക്കാൻ വേണ്ടി ഈ പുള്ളിക്ക് ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുന്നവരുണ്ട്. ಈತನ ಕೊಂಬುಗಳೆಲ್ಲ ಮುರಿದಾಕೋದಕ್ಕೆ ಏನು ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ ಅಂತ ಚಿಂತೆ ಮಾಡೋರಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. അങ്ങനെ ചിന്തിച്ചേക്കല്ലോ കേട്ടോ. ಆ ತರವೆಲ್ಲ ಏನು ಗಂಡದ ಮೇಲೆ ಚಿಂತೆ ಮಾಡಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വാക്കുകൾ മുറിവിനെ കെട്ടും എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ನಮ್ಮ ಮಾತುಗಳಿಂದ ನಮ್ಮ ಗಾಯಗಳನ್ನು ಕಟ್ಟುತ್ತಾರೆ ಎಂದು പ്രൈസ് ദി ലോർഡ്. ವಾಕ್ಯವನ್ನು ಬರೆದಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ വാക്കുകൾ മുറിവുകളെ എന്ത് ചെയ്യും? ആമേ കെട്ടുന്നതായിരിക്കും. ആമേൻ. ನಮ್ಮ ಮಾತುಗಳು ನಮ್ಮ ಗಾಯಗಳನ್ನು ಕಟ್ಟುವುದಾಗಿದ್ದಾರೆ. സ്തോത്രം. ആമേൻ. എത്രയോ പരീശന്മാർ യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നു. ಎಷ್ಟೋ ಪರಿಸಾಯರು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಕ್ವೆಶ್ಚನ್ ಮಾಡಕ್ಕಾಗಿ ಬಂದಿದ್ರು. ഒറ്റ ഒരുത്തർക്ക് യേശു ഉത്തരം കൊടുത്തില്ല. ಆಮೇಲೆ ಯಾವನಿಗೂ ಯೇಸು ಕ್ರಿಸ್ತನ ಉತ್ತರವನ್ನು ನೀಡಲಿಲ್ಲ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. അവർക്ക് തക്ക മറുപടി കൊടുത്തു വിട്ടു. ಆಮೇಲೆ ಅವ್ರಿಗೆ ಬೇಕಾಗಿರೋದ ರಿಪ್ಲೈಯನ್ನು ದೇವರು ಕೊಟ್ಟು ಕಳಿಸಿದ್ರು. ഒരു പാപിയോ, ಆದ್ರೆ ಒಂದು ಪಾಪಿ, ഒരു വ്യഭിചാരിയോ, ಒಂದು ವ್ಯಭಿಚಾರಿಯೋ, ഒരു ചുങ്കക്കാരനോ, ಒಂದು ಸುಂಗದವನೋ, ഒരു പൊട്ടക്കണ്ണനോ, ಆಲೆ ಒಂದು ಕುರುಡನೋ, ഒരു വിശക്കുന്നവനോ ಆಲೆ ಒಂದು ಹೊಟ್ಟೆ അടുത്ത് ಹಸಿವಾಗಿರುವವನೋ വന്നപ്പോൾ ಆತನ ಹತ್ರ ಬರುವಾಗ ആ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ എന്താണ്? ಆಮೇಲೆ ಆತನ ಬಾಯಿಂದ ಹೊರಟಿದ ಮಾತುಗಳು ಏನಾಗಿದೆ? അവരുടെ മുറിവുകളെ കെട്ടുന്ന വാക്കുകൾ. ಆಮೇಲೆ ಅವರ ಗಾಯಗಳನ್ನು മകളെ, ಕಟ್ಟುವ ಮಾತುಗಳು. മകളെ, ഞാനും നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ಮಗಳೇ, ನಾನು ನಿನ್ನನ್ನು ಏನು ಮಾಡುವುದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അയ്യോ, എല്ലാരും നിലവിളി നിർത്താൻ പറയുകയാണ്. എല്ലാരും കൂകാടുವುದು ನಿಲ್ಲಿಸಿ ಎಂಬುದಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിലവിളിക്കുന്നത് ശരിയല്ല. ആമേൻ. നീ കൂകാടുವುದು ಸರಿಯಲ್ಲ. പോസിറ്റീവ് തിങ്കിങ്കാരാണ്, നിലവിളിക്കല്ലേ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പോസിറ്റീവ് തിങ്കേഴ്സ് ಆಗಿದ್ದಾರೆ, ಅದಕ್ಕೆ ಕೂಗಾಡಬಾರದು. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ഇവിടുന്ന് ഒരു സഹോദരി പണ്ട് ചർച്ച് ഇന്ന് പോയി. ഹല്ലേലൂയ. നമ്മ ಒಂದು സഹോദരി ചർച്ചിൽ വളരെ ദൂരെ താമസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വേറൊരു സഭയിൽ ചെന്നു. ഹല്ലേലൂയ. ಬೇರೊಂದು ಸಭೆಗೆ ಹೋಗಿದ್ರು. അപ്പൊ അവിടുത്തെ പാസ്റ്റർ പറയുന്ന, ಅಲ್ಲಿದ್ದ ಪಾಸ್ಟರ್ ಹೇಳ್ತಾ ಇದ್ರು, എല്ലാ ഞായറാഴ്ചയും ലിപ്റ്റിക് ഇട്ട് പൗഡർ ഇട്ടോണ്ടല്ലാതെ ചർച്ച വരാൻ പാടില്ല. ഹല്ലേലൂയ. ഈಕೆಯು ಎಲ್ಲ ಭಾನುವಾರವೂ ಲಿಪ್ಟಿಕ್ ಇಟ್ಟು ಪೌಡರ್ ಹಾಕೊಂಡು ಚರ್ಚಲ್ಲಿ ಬರ್ತಾರೆ. ചിരിച്ചോണ്ടേ ഇരിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ನಗಿತಾ ಇರಬೇಕು ಅಂತ ಹೇಳಿದಾರೆ ಪಾಸ್ಟರ್. പുള്ളി എന്ത് ചെയ്യാ? ಈತನೇನ್ ಮಾಡ್ತಾ ಇದಾರೆ? പുള്ളി ടി.വി നടത്തുന്നുണ്ട്. സ്തോത്രം. ഇത് എന്ത് ചെയ്യണം? ആൾക്കാർ കാണണം. ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ട് വേണം ആൾക്കാർ വന്ന് കയറാൻ. ಮೇಘಾಲಯ ಈತನೇನ್ ತಂಗ್ ಮಾಡ್ತಾರೆ? ಜನರು ಆತರ ಲಿಪ್ಟಿಕ್ ಹಾಕಿ ನಗಿತಾ ಇರೋದು ಟಿವಿಯಲ್ಲಿ ಚಾನಲ್ ನೋಡಿಬಿಟ್ಟು ಜನರು ಬರಬೇಕು ಅಂತ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സഭ അതൊന്നുമല്ല. ದೇವರ ಸಭೆ ಅದೇನು ಅಲ್ಲ. യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ಯೇಸು ಸ್ವಾಮಿ ಹತ್ರ ಬಂದಿದ್ರೆ കരയണമെങ്കിൽ കരഞ്ഞോളൂ. ನೀವು ಅಳಬೇಕಂದ್ರೆ ಅಳಬೇಕು. സന്തോഷമുണ്ട് ചിരിച്ചോളൂ. സന്തോഷവിದ್ರೆ ನಗಿರಿ. വേദനകൾ അഴിച്ചിടാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ, ನಮ್ಮ നോവുಗಳನ್ನು ഭാരങ്ങൾ കാണാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ, ನಿಮ್ಮ ಭಾರಗಳನ್ನು അത് ಹೊತ್ತುಕೊಳ್ಳೋಕೆ കർത്താവിന്റെ ആലയം മാത്രമാണ്. ಅದು ಕರ್ತನ ಆಲಯವು ಮಾತ್ರವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അത് നിന്റെ വീടാണ്. ಆಮೆನ್. ಅದು ನಿನ್ನ ಮನೆಯಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മള് ഈ പ്രോഫറ്റിക്കൽ ഹീലിംഗ് ഉണ്ട്. ആമേൻ. പ്രബോധന നുಡಿಯಿಂದ മരുവ ഹല്ലേലൂയ ഹീലിംഗ്സ് ഉണ്ട്. ഉപദേശപരമായി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന സൗഖ്യങ്ങളുണ്ട്. ಆಮೇ ಉಪದೇಶಪರವಾಗಿ ನಾವು ಯಾವಾಗಲೂ ಉಪಯೋಗ ಮಾಡಬಹುದಾಗಿರುವುದು ಸೌಖ್ಯ ಉಂಟು. ഉപദേശ ഡോക്ട്രിൻ ഹല്ലേലൂയ. ಉಪದೇಶಗಳು. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ഉപദേശപരമായി ഹല്ലേലൂയ. ഉപദേശപരವಾಗಿ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം. ಅದು ಏನೇನೆಂದು ಬೇಗನೆ ಹೇಳ್ತೀನಿ. വാക്യങ്ങൾ നിങ്ങൾ പോയി തപ്പി പിടിച്ചോ. ವಾಕ್ಯಗಳು ನೀವು ಹೋಗಿ എഴുതുന്നവർ ഒത്തിരി പേരുണ്ട്. അവർ എഴുന്നിട്ട് വീട്ടിൽ പോയി തപ്പി പിടിക്കുക. ಆಮೇ ಹಲ್ಲೆಲೂಯ. ಬರೆಯುವರು ಬೇಗನೆ ಬರ್ಕೊಂಡು ಮನೆಯಲ್ಲಿ ಹೋಗಿ ಹುಡುಕಿ ಕಂಡಿಡಿರಿ. സ്തോത്രം. ಆಮೆನ್. ഒന്ന്, ಒಂದನೇದಾಗಿ യേശുവിന്റെ നാമം സൗഖ്യത്തിന്റെ ഡോക്ട്രിനാണ്. ಆಮೇ ಹಲ್ಲೆಲೂಯ. ಸೌಖ್ಯದ ಉಪದೇಶ ಹೆಸರಾಗಿದೆ ಯೇಸುವಿನ ನಾಮವು. ശ്രദ്ധിക്കുന്നുണ്ടോ? ಆಮೇ ಶ್ರದ್ಧೆಯಿಂದ ಇದ್ದೀರಾ? യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാലൊന്നും ഇപ്പം ചാടാൻ ആരുമില്ല. ಆಮೇ ಯೇಸುವಿನ ಹೆಸರಂದೆಲ್ಲ ಹೇಳಿದ್ರೆ ಕುಣಿದಾಡೋದಕ್ಕೆ ಈಗ ಯಾರು ಇಲ್ಲ. തമിഴ്നാട്ടിൽ ഒരു വിജയുണ്ട്. അവന്റെ പേര് പറഞ്ഞ ആൾക്കാർ ചാകാൻ റെഡിയാ. ಆಮೇ ತಮಿಳುನಾಡಲ್ಲಿ ಒಂದು ವಿಜಯ ಉಂಟು. ಅವನ ಹೆಸರು ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ ಸಾಯೋದಕ್ಕೆ ರೆಡಿ ಆಗಿರೋರು ಕೂಡ ಉಂಟು. വിജയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അല്ലേ? ವಿಜಯ್ യേശുവിന്റെ നാമം പറഞ്ഞ ആൾക്ക് ഇപ്പൊ ആർക്കും എന്തില്ല, ഒരു കുലുക്കോ ഇല്ല. ಯೇಸುವಿನ ಹೆಸರು ಹೇಳಿದ್ರೆ ಯಾರಿಗೂ ಒಂದು യഹോവയുടെ നാമം ബലമുള്ള
ഗോപുരമാണ്. ಆಮೇ ಯೆಹೋವನ ನಾಮವು ಬಲವಿರುವ ಗೋಪುರವಾಗಿದೆ. ആമേൻ. ആ നാമം എന്താണ്? ಆ ಹೆಸರು ಏನಾಗಿದೆ? ചാടി കേറി പിടിക്കാൻ പറ്റിയ ಆಮೇ ನಾವು ബലമേറിയ ഗോപുരമാണ്. ಆಮೇ ಹೆದರಿ ಹಿಡಿಕೊಳ್ಳೋದಕ್ಕೆ ಇರುವ ഒരു ಬಲವಿರುವ പൊട്ടക്കണൻ ಗೋಪುರವಾಗಿದೆ. ചോദിക്കുക, ആരാ വരുന്നത്? ಹಾಲೆಲೂಯ. ಯಾರಾಗಿದೆ ಬರ್ತಾ ദാവീദിന്റെ പുത്രൻ വരുന്നു. ಆಮೇ ದಾವೀದನ അവൻ ಕುಮಾರನು വിളിച്ചു പറഞ്ഞു, ಅವನ್ ಕೂಗಿ ദാവീദിന്റെ പുത്ര കരുണയുണ്ടാകണം. ದಾವೀದನ ಕುಮಾರನೇ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമത്രേ. ಆಮೇ ಯೆಹೋವನ ನಾಮವು ಬಲವಿರುವ ಗೋಪುರವಾಗಿದೆ. നീതിമാൻ ഓടിപ്പോയി അഭയം പ്രാപിക്കുന്നു. ಆಮೇ ನೀತಿವಂತನು ಓಡೋಗಿ അവൻ ഓടിപ്പോയി അഭയം പ്രാപിക്കുക. ಅಲ್ಲಿ ಓಡೋಗಿ ಅವನ ಆಶ್ರಯ മറ്റുള്ളവരുടെ ഇന്ന കർത്താവേ. ಆಮೇ ಕರ್ತನಗಳು യേശു പറഞ്ഞു, ಯೇಸುವಿನ ಕರ್ತನ നിങ്ങൾ എന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കണം. ಆಮೇ ನೀವು ನನ್ನ ಹೆಸರಲ್ಲಿ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡುತ್ತಾರೆ, ഭൂതങ്ങളെ പുറത്താക്കണം. ದೇವಗಳನ್ನು ಆಚೆ ಹೊರಗೆ ತಳ್ಳುತ್ತಾರೆ. ಆಮೇ. ഇത് ഡോക്ടറിനാണ്. ಇದೊಂದು ಉಪದೇಶವಾಗಿದೆ. എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ಯಾವಾಗಲೂ ನಾವು ಉಪಯೋಗ ಮಾಡಬಹುದು യേശുവിന്റെ നാമം. ಯೇಸುವಿನ ಹೆಸರು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ഇരിക്കുന്നത്. ಮಾರ್ಕನ ಸುವಾರ್ತೆ 16ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അടുത്തൊരു ഭാഗം പറഞ്ഞുണ്ട്. ಇನ್ನೊಂದು ಮಾತು ಹೇಳಿದ್ದಾರೆ, രോഗികളുടെ മേൽ നിങ്ങൾ കൈവയ്ക്കണം. ಆಮೇ ರೋಗಿಗಳ ಮೇಲೆ ನೀವು ಕೈಯನ್ನು ಇಡಬೇಕು യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ. ഡോക്ടറിനാണ്. ಅಲ್ಲಿ ಅದು ಒಂದು ಉಪದೇಶವಾಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കൃപയുള്ളവർ, ಆಮೇ ಅದಕ್ಕೆ ಕೃಪೆ ಇರುವವರು, യേശുവിന്റെ നാമത്തിന്റെ അധികാരം, ಆಮೇ ಯೇಸುವಿನ ಹೆಸರಿನ ಅಧಿಕಾರವು, ആമേൻ, ആ കൈവെപ്പിലൂടെ നടത്തുമ്പോൾ ಹಲ್ಲೆಲೂಯ, ಕೈ ಇಡುವುದರ ಮೂಲಕವಾಗಿ ಮಾಡುವಾಗ ആ രോഗി സൗഖ്യം പ്രാപിക്കും. ಆಮೇ ಅಲ್ಲಿ ರೋಗಿಯನ್ನು ವಾಸಿ ಆಗುತ್ತದೆ. 16-ാം അധ്യായത്തിലുണ്ട്. 16ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಅದು ಉಂಟು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. മൂന്നാമതായിട്ട് ಮೂರನೇದಾಗಿ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കണം. ಎಣ್ಣೆಯನ್ನು ಹಚ್ಚಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ഡോക്ടറിനാ. ಅದು ಒಂದು ಉಪದೇಶವಾಗಿದೆ. അതിന് മൂപ്പന്മാരെ വിളിക്കണം. ಅದಕ್ಕೆ ആരെങ്കിലും വിളിച്ചാ പോരാ. ಅದು ಯಾರನ್ನೆಲ್ಲ ಕರೆಯುವುದಲ್ಲ, ಹಿರಿಯವರನ್ನೇ ಕರಿಬೇಕು. വിളിച്ച് ಅವರನ್ನೇ ಕರೆದು പാപങ്ങളെ ഏറ്റുപറയണം. ಪಾಪಗಳನ್ನು ಹಾಲಲ್ಲಿ ಅರಿಕೆ ಮಾಡಿ എന്നിട്ട് ನಂತರವಾಗಿ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, ನಂಬಿಕೆಯಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ, എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകും. ಎಣ್ಣೆ ಹಚ್ಚಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. ക്രമം അനുസരിക്കണം. ಹಾಲೆಲೂಯ. ಕ್ರಮಗಳನ್ನು ಅನುಸರಿಸಬೇಕು. ഡോക്ടറിനാണത് എണ്ണ പുരട്ടി പ്രാർത്ഥിക്കാം. ಆಮೇ ಅದು ಉಪದೇಶವಾಗಿದೆ, ಹೇಳ್ತಾ ಇರೋದು ಎಣ್ಣೆಯನ್ನು ಹಚ್ಚಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಎಂದು. സ്തോത്രം. ಆಮೇ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. യേശുവിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ ಕೈಯನ್ನು ಇಟ್ಟು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬಹುದು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ಹೆಸರಿನಲ್ಲಿ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കാം. ಎಣ್ಣೆಯನ್ನು ಹಚ್ಚಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬಹುದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഇതൊക്കെ വിശദീകരിക്കാം. ഞാൻ ഒത്തിരി നേരം ഈ വിഷയങ്ങൾ ധ്യാനിച്ചു രാത്രിയിൽ ഇരുന്ന്. ಆಮೇ. ತುಂಬಾ ಸಮಯ ನಾನು ಈ ವಿಷಯಗಳೆಲ್ಲ ಧ್ಯಾನ ಮಾಡಿದೆ രാത്രി ಕಾಲ. പറയും എന്നെ ഉറക്കത്തില്ല, നിങ്ങൾ ഉറങ്ങത്തില്ല. സ്വതന്ത്രം. പ്രൈസ് ദി ലോർഡ്. ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റിയല്ലോ. വചനം കിട്ടാതെ എവിടെ ഉറങ്ങാനാ? ദൈവത്തിന് സ്തോത്രം. ವಾಕ್ಯ ಸಿಕ್ಕಲಿಲ್ಲ ಅಂದ್ರೆ ಹೇಗೆ ನಿದ್ರೆ പ്രൈസ് ಮಾಡಕ್ಕೆ ദി ലോർഡ്. ಸಾಧ್ಯವಾಗುವುದು? ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. 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 അപ്പോൾ ആമേൻ, അത് ഡോക്ടറിനാണ്. ಅದೊಂದು ಉಪದೇಶವಾಗಿದೆ. ആമേൻ, അത് ചെയ്യാം. ಅದು ಮಾಡಬೇಕು. ഞാൻ പറഞ്ഞു, ചിലത് എങ്ങനെയാണ്? പ്രവചനാത്മാവിൽ. ಆಮೇ. ಕೆಲದು ಪ್ರವಾದನ ನುಡಿ ಮೂಲಕವಾಗಿ. ലോക പ്രശസ്തനായ സൗഖ്യം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ಲೋಕ ಪ್ರಶಸ್ತನಾದ ಸೌಖ್ಯ ಮಾಡುವ ಒಂದು ವ್ಯಕ್ತಿ ಉಂಟು. ആ പുള്ളിയുടെ പേര് ആമേൻ, ഒത്തിരി ഹീൽ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ತುಂಬಾ ಹೀಲ್ ಮಾಡುವ ಒಂದು ವ್ಯಕ್ತಿ ಆಗಿತ್ತು. അദ്ദേഹം സൗഖ്യം കൊടുക്കുന്നത്, ಹಾಲೆಲೂಯ, ಆತ್ಯನು ಆತ್ರವಾಗಿ ಸೌಖ್ಯವನ್ನು ಮಾಡ್ತಾ ಇದ್ರು. അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഇങ്ങനെ ടി ബി ജോഷുവ, ಆಮೇಲೆ ಟಿ.ಬಿ. ಜೋಶುವ ಅವರು ഇങ്ങനെ ആൾക്കാരെ രോഗികളെ കെടുത്തിരിക്കും. ಹಾಲೆಲೂಯ, ಆತನ ಚರ್ಚಲ್ಲಿ ರೋಗಿಗಳನ್ನ ಈ ತರ ಮಲಗಿಸಿ ಬಿಡ್ತಾ ಇದ್ರು. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകത്തേ ഉള്ളൂ. ಆತನ ಮಧ್ಯದಲ್ಲಿ ನಡ್ಕೊಂಡು ಹೋಗುವಾಗ കാലുകൊണ്ട് തട്ടും. ಅಲ್ಲಿ ಆತನ ಕಾಲಿಂದ ಮುಟ್ಟುತ್ತಾರೆ. ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. ಆಮೇಲೆ ಶೂ ಎಲ್ಲ ಹಾಕಿದ್ದಾನೆ. ആ കാലുകൊണ്ട് തട്ടുമ്പോഴേ ക്യാൻസർ ഒക്കെ പൊട്ടി ಅಪ್ಪಳೆ ಬರ್ತೀಯಾನು. ಆಮೇಲೆ ಆತನ ಕಾಲಿಂದ ಮುಟ್ಟುವಾಗಲೇ ಆ ಕ್ಯಾನ್ಸರ್ ವಾದಿಯಲ್ಲ ಅದು ಒಡ್ಡದು ಸೌಖ್ಯವಾಗುತ್ತಾ ಇದ್ರು. അതൊരു പ്രവചന ഹീലിംഗ് ആണ്. ಆಮೇಲೆ ಅದೊಂದು ಆತ್ಮನಲ್ಲಿ ನಡೆಯುವ ಹೀಲಿಂಗ್ ಆಗಿದೆ. ഒരുത്തൻ വന്നിട്ട് തുപ്പിന്ന് കൂട്ടിക്കോ ഒരു രോഗത്തിന് വേണ്ടി. ಆಮೇಲೆ ಇನ್ನೊಬ್ಬನ ಬಂದು ಅವರ ರೋಗಿಯ ಮೇಲೆ ಹುಗಿದದೆ ಅಂತ ತಿಳ್ಕೊಳ್ಳಿ ಸೌಖ್ಯಕ್ಕೋಸ್ಕರ. സൗഖ്യമായെങ്കിൽ അത് ദൈവ ചെയ്യുന്നത്. ಆಮೇಲೆ ಅದು ಸೌಖ್ಯವಾದರೆ ಅದು ದೇವರಾಗಿದೆ, ಅದು ಮಾಡಿಸ್ತಾ ಇರುವುದು. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೇಲೆ ಈ ಡಾಕ್ಟರಿನುണ്ട്, പ്രവചനാത്മാവിലുള്ള രോഗശാന്തി ഉണ്ട്. ಆಮೇಲೆ ಪ್ರವಾದನ ಆತ್ಮನಲ್ಲಿ ಇರುವ ರೋಗಶಾಂತಿ ಉಂಟು.
ഉണ്ട്. ഹല്ലേലൂയ. ഇനി 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 വേറൊരു ഭയങ്കരമായിട്ടുള്ളൊരു സൗഖ്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഇന്നും ബಹಳ ಹೆಚ್ಚಾಗಿ ರೋಗ ಸೌಖ್ಯ ನೀಡುವ ಒಂದು ವ್ಯಕ್ತಿ ಉಂಟು. സ്തോത്രം. ആമേൻ. ആ വ്യക്തിಯು വയറ്റിലൊക്കെ മുടയുണ്ടെങ്കിൽ, ಹೊಟ್ಟೆಯಲ್ಲಿ ಕ್ಯಾನ್ಸರ್ ഉണ്ടെങ്കിൽ, ಕ್ಯಾನ್ಸರ್ ಇದ್ರೆ ഒരൊറ്റ ഇടിയാ വയറിന്. ಆಲಲ್ಲಿ ಹೊಟ್ಟೆ ಮೇಲೆ ಗುದ್ದುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ചുമ്മാ ഇടിക്കല്ല, ಸುಮ್ಮನೆ ആത്മാവിൽ നിറഞ്ഞ് ಆತ್ಮನಲ್ಲಿ ತುಂಬಿ അന്നേരം ക്യാൻസർ പുറത്തിയാടും. ಹಾಗಲೇ ಆ ಕ್ಯಾನ್ಸರ್ ಅನ್ನು ಆಚೆ ಹೋಗ್ಬಿಡುತ್ತೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദൈവം എന്താ ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാ. ದೇವರು ಏನ್ ಮಾಡ್ತಾರೆ നമ്മുടെ വിശ്വാസം കത്തിക്കൊണ്ട് നിൽക്കണം. ನಮ್ಮ ಹಾಲಲ್ಲಿ ನಂಬಿಕೆಯನ್ನು ಉರಿತಾ ಇರಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവത്തിന് ഒരു വഴിയല്ല ഉള്ളൂ. ಆಮೆನ್. ದೇವರಿಗೆ ಒಂದು ದಾರಿ ಅಲ್ಲ. പ്രൈസ് ദി ലോർഡ്. അവന് സമുദ്രത്തിൽ വഴിയുണ്ട്, ಆಮೆನ್. ಆತನಿಗೆ പാറമേൽ വഴിയുണ്ട്, ಅಲ್ಲ ಬೆಟ್ಟದಲ್ಲಿ ആകാശത്ത് വഴിയുണ്ട്, ಆಕಾಶದಲ್ಲಿ ದಾರಿ ಉಂಟು. ദൈവത്തിന് എല്ലായിടത്തും വഴിയുണ്ട്. ಆಮೆನ್. ದೇವರಿಗೆ ಎಲ್ಲಾ ಕಡೆನೂ ದಾರಿ ಉಂಟು. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം തമ്പുരാൻ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, തമ്പുരാൻ ഒരു വിടുതൽ അയക്കണമെങ്കിൽ, തമ്പുരാൻ ഒരു സൗഖ്യം കൊടുക്കണമെങ്കിൽ, തമ്പുരാൻ ഒരുത്തനെ മണ്ണത്തിൽ എഴുന്നേൽപ്പിക്കണമെങ്കിൽ, ഒരുത്തൻ മണ്ണായി പോയവനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ തമ്പുരാൻ തീരുമാനിച്ച നടക്കും. ಕರ್ತನು ಹಲ್ಲೆಲೂಯ ತೀರ್ಮಾನ ತಗೊಂಡ್ರೆ ಅದೆಲ್ಲ ನಡೆಯುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 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 നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ കല്ലുകൾ ചെയ്യും. ആമേൻ. ನೀವು ಅದು നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ കല്ലുകൾ ആർക്കും. ನೀವು ಅರ್ಪಡಿಸುತ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ಕಲ್ಲುಗಳು ಅರ್ಪಡಿಸುತ್ತಾರೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡോക്ടറലി സൗഖ്യം. ಆಮೇಲೆ ಉಪದೇಶಪರವಾದ ಸೌಖ್ಯವು. നമുക്ക് എണ്ണ പുരട്ടി പ്രാർത്ഥിക്കാം. ಎಣ್ಣೆಯನ್ನು ಹಚ್ಚಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬಹುದು. യേശുവിന്റെ നാമം ഉപയോഗിക്കാം. ಯೇಸುವಿನ ಹೆಸರನ್ನು ಉಪಯೋಗ ಮಾಡಿ. ആമേൻ. പിന്നെന്തുവാ, കൈവച്ച് പ്രാർത്ഥിക്കാം. അല്ലെ കൈയിട്ട് പ്രാർത്ഥന ಮಾಡೋಣ. അടുത്തത് വചനം പറഞ്ഞ് സൗഖ്യമാക്കാം. ആമേൻ. നെക്സ്റ്റ് വാക്യವನ್ನು ಹೇಳಿ ಸೌಖ್ಯ ಮಾಡುವುದು. അവൻ തന്റെ വചനം അയച്ച് അവരെ വിടുവിച്ചു. ആമേൻ. ആತನು ಆತನ ವಾಕ್ಯವನ್ನು അവരുടെ കെട്ടുകളെ അറുത്തു. ಅವರ ಕಟ್ಟುಗಳನ್ನು ಮುರಿದಾಕಿದ. എത്രയോ ഹീലിംഗ് നടക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ആമേൻ. എಷ್ಟೋ ഹീലിಂಗ್ಸ್ ನಡೆದು. വചന ശുശ്രൂഷയുടെ അവസാനം ആമേൻ. വാക്യ ശുശ്രൂഷೆಯ ಕೊನೆ യേശുവിന്റെ നാമം പറയുമ്പോൾ യേശുവിನ ಹೆಸರು ಹೇಳಬೇಕು. രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമാകും. രോഗികൾ ಗುಂಪು ಗುಂಪಾಗಿ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകും. ಕ್ಯಾನ್ಸರ್ಗಳು ಅಪ್ರತ್ಯಕ್ಷ. മുഴകൾ അപ്രത്യക്ഷമാകും. ಕಟ್ಟಗಳು ಅಪ್ರತ್ಯಕ್ಷ. മുടന്തമാർ ചാടി എഴുന്നേൽക്കും. ಆಮേನ್. ಮೊಡಂತರು ಕುಣಿದಾಡುತ್ತಾರೆ. എന്താണ്? ಏನಾಗಿದೆ? അവൻ വചനം അയച്ച് അവരെ വിടുവിക്കുകയാണ്. ಆಮേನ್. ಆತನ ವಾಕ್ಯವನ್ನು ಕಳಿಸಿ ಅವರನ್ನು ಸೌಖ್ಯ ಮಾಡ್ತಾ ಇದ್ದಾರೆ. വിശ്വസിക്കുക. ನಂಬಿರಿ. എന്റെ യേശുവിന്റെ നാമം ನನ್ನ ಯೇಸುವಿನ ബലമുള്ള ಹೆಸರು ഗോപുരം. ಬಲವಿರುವ ಗೋಪುರ. നീതിമാൻ ഓടിച്ചെന്ന് ನೀತಿವಂತನು അതിൽ അഭയം പ്രാപിക്കുകയോ. ಅದರಲ್ಲಿ ಆಶ್ರಯ ಇಟ್ಟುಕೊಳ್ಳುತ್ತಾನೆ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഊടമന സംബല രഹസ്യാരകടയ പ്രബലകടയ ಗರವಶ್ವಸ್. അസ്തമാനകടയ ಅಂಧಲಗಡ പ്രബലകടയ ಗಮನ ಗದರಾಚಗಲ್ ಪರಿವಾರ. ഊടമന സംബല രഹസ്യാരകടയ. ಹಾಲರವಲ್ ಕಡವಶ್ವಸ್. ഹല്ലേലൂയ. 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 ഇങ്ങനെ സ്പീഡ് പ്രസംഗിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകും കേട്ടോ, ക്ഷമിക്കണം. ആമേൻ. സ്പീഡ് ആಗಿ പ്രസംಗ ಮಾಡುವ ಕೆಲ ವಿಷಯಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತದೆ. ഇനി അത് പറഞ്ഞില്ല, അതുകൊണ്ട് പെസേജ് തെറ്റാന്ന് പറഞ്ഞേക്കല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇന്ന് തരുവാണെങ്കിൽ ഞാൻ മൊത്തം പറഞ്ഞേക്കാം. ഒരു 10-30 വചനം കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ച് പറയാം. ആമേൻ. ഹല്ലേലൂയ. ഓതി ಹೇಳಿ ಬಿಡಬಹುದು. ഹല്ലേലൂയ. ആമേൻ. അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകാം. ആമേൻ. ಕೆಲ ವಿಷಯಗಳೆಲ್ಲ ಅದರ ಮಧ್ಯದಲ್ಲಿ ಬಿಟ್ಟು ಹೋಗಬಹುದು. എങ്കിലും ആവശ്യമുള്ളതൊക്കെ ദൈവം സംസാരിക്കും. ಆದ್ರಲ್ಲಿ ಅವಶ್ಯಕತೆ ಇರೋದೆಲ್ಲ ದೇವರ ಆತ್ಮನು ಮಾತಾಡುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ വിശ്വാസം കത്തിയാ മതി. ನಮ್ಮ ನಂಬಿಕೆಯನ್ನು ಹೊಂದಿದರೆ ಸಾಕು. ഉണക്ക വിശ്വാസമായിട്ട് ಆಮೇಲೆ ಒಣಗೋಗಿದ ചത്തേ എന്ന് പറഞ്ഞിട്ട് ಆಲೆ ಜೀವ ಇಲ್ಲ. ദൈവത്തിന്റെ പ്രയോജനമില്ല. ದೇವರ ವಾಕ್ಯ. ദൈവസഭയ്ക്ക് ഒരു പ്രയോജനമില്ല. ದೇವರ ಸಭೆಗೆ ആർക്കും ഒരു പ്രയോജനമില്ല. ಯಾರಿಗೆ ಯಾವ എന്തിനു കൊള്ളാം? ಏನಕ್ಕೆ ಉಪಯೋಗ? നരകത്തിന് തീക്കൊള്ളിയാകാനല്ലാതെ പിന്നെ എന്തിനു കൊള്ളാം? ನರಕಕ್ಕೆ ಹಾಲಲ್ಲಿ ಸೌದೆ ತರ ನಿಮಗೆ ಉಪಯೋಗವಾಗದಷ್ಟೇ. നമ്മുടെ വിശ്വാസം കത്തട്ടെ. ನಮ್ಮ ನಂಬಿಕೆಯನ್ನು ಉರಿಯಲಿ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ കവർ ചെയ്യാൻ ചില സാധനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മನ್ನು കവർ ചെയ്യാൻ ചില സാധനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. നമ്മನ್ನು കവർ ಮಾಡೋದಕ್ಕೆ ಕೆಲ ವಿಷಯಗಳು ದೇವರು ಕೊಟ್ಟಿದ್ದಾರೆ. യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര. ആമേൻ. യേശു സ്വാമിಯ രക്ತದ ಮುದ್ರೆಯು ബാധ അടുക്കാതെ നിങ്ങളെ കാക്കും. ಆ ಬಾಧೆಯನ್ನು ನಮ್ಮನ್ನು ಮುಟ್ಟದೆ ಅದು ನಮ್ಮನ್ನು ಕಾಯುತ್ತಾರೆ. ഈ പിശാച് ಸೈತಾನನು ആമേൻ എവിടെയാ ഉള്ളതെന്നറിയാവോ? ಎಲ್ಲಿ ಇದೆ ಎಂದು ಗೊತ್ತಾ? എവിടെയാ ഉള്ളതെന്നറിയാവോ? ಎಲ್ಲಿ ಇದೆ ಎಂದು ಗೊತ್ತಾ? ദൈവവൈതലിന്റെ ചുറ്റും ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു നടക്കുക. ಆಮೇಲೆ ದೇವರ ಮಕ್ಕಳ ಸುತ್ತಲೂ ಯಾರನ್ನ ನುಂಗಬೇಕು ಅಂತ ಹೇಳಿಕೊಂಡು ಸುತ್ತುತ್ತಾ ಇದ್ದಾನೆ. എന്താ ചുറ്റും നടക്കുന്നേ? ಸೈತಾನ ಯಾಕೆ ಆತರ ಸುತ್ತಿ ತಿರುಗ್ತಾ ಇರೋದು? എന്റെ മേൽ രക്തത്തിന്റെ
മുദ്ര ഉള്ളതുകൊണ്ട് അവൻ എന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ആലെ ನನ್ನ ಮೇಲೆ മുദ്ര ಮುದ್ರೆ ಇರೋದ್ರಿಂದ ನನ್ನ മുദ്ര ಒಳಗಡೆ എന്ന് ಹೋಗೋದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. മുദ്ര എന്ന് തകരുന്നു അന്ന് അവൻ അറ്റാക്ക് ചെയ്തിരിക്കും. ಆ ಮುದ್ರೆ ಯಾವಾಗ ಒಡೆದೋಗ್ತಾರೋ ಆವಾಗ ಸೈತಾನ್ ನಮ್ಮನ್ನು ಅಟ್ಯಾಕ್ Praise the ಮಾಡ್ತಾನೆ. Lord. ಆಮೆನ್. ഓരോ ദൈവം ഇത് അറിയുക. ಒಂದೊಂದು ದೇವರ ಮಕ್ಕಳನ್ನು ತಿಳ್ಕೊಳ್ಳಬೇಕು. അമൂല്യമായ യേശുവിന്റെ രക്തത്താൽ ಅಮೂಲ್ಯವಾದ ಯೇಸುವಿನ ರಕ್ತದಿಂದ നിങ്ങൾ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ಆಮೆನ್. ಹಾಲೆಲೂಯಾ. ನಿಮ್ಮನ್ನು ಪ್ರೊಟೆಕ್ಷನ್ സാത്താൻ ಮಾಡಲ್ಪಟ್ಟಿದೆ. ഇത് ശരിക്ക് കാണാം. ಆಮೆನ್. ಸೈತಾನನಿಗೆ ಸರಿಯಾಗಿ അവൻ ಕಾಣಕ್ಕೆ ಸಾಧ್ಯ. അവൻ നോക്കി ഭയപ്പെട്ട് നിൽക്കുകയാണ്. ಸೈತಾನನು ನೋಡಿ ಭಯದಿಂದ ನಿಂತಿದ್ದಾನೆ. ദൈവപുത്രന്റെ രക്തം ಆಮೆನ್. ದೇವರ ಕುಮಾರ തന്റെ ರಕ್ತವಾಗಿದೆ. ജനത്തിന്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നു. ಆಮೆನ್. ತನ್ನ ಜನರ ಮೇಲೆ ಹಾಲೆಲೂಯಾ ಸುರಿಯಲ್ಪಟ್ಟಿದೆ. Praise the Lord. ಆಮೆನ್. Praise the Lord. ഹല്ലേലൂയ. 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 രണ്ടാമതായിട്ട് ಎರಡನೇದಾಗಿ അവന്റെ നാമത്തെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. ಆತನ ಹೆಸರನ್ನು ನಾವು അവന്റെ ಧರಿಸಿಕೊಂಡಿದ್ದೇವೆ. നാമത്തെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. ಆತನ ನಾಮವನ್ನು അത് ನಾವು യേശുവിനെ ധരിച്ചിരിക്കുകയാണ്. ಆಮೆನ್. ಯೇಸುವಿനെ ನಾವು ಧರಿಸಿಕೊಂಡಿದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. രോഗം അടുക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ರೋಗವನ್ನು ಅಡಗಾದಿರುವುದಕ್ಕೆ ചില ಹೇಳ್ತೀನಿ. കാര്യങ്ങൾ ಕೆಲವು ವಿಷಯ അറ്റാക്കിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ಸೈತಾನ ಅಟ್ಯಾಕಿಂದ ನಮ್ಮನ್ನು ತಪ್ಪಿಸುವ ಕೆಲವು ವಿಷಯಗಳಾಗಿದೆ ಹೇಳಿಕೊಡ್ತಾ ಇರುವುದು. ഈജിപ്തിലെ ഭവനങ്ങളിൽ സാത്താൻ കടന്നില്ല. ಐಗುಪ್ತ ದೇಶದ സാത്താനല്ല, സംഹാര ദൂതൻ കടന്നില്ല. ಆಲೆ ಸಂಹಾರ ದೂತನ ಇಸ್ರಾಯೇಲ್ ಜನರ ಮನೆಯೊಳಗೆ എന്തുകൊണ്ടാ? ನುಗ್ಗಲಿಲ್ಲ. ಯಾಕೆ? രക്തം മുദ്രയായിരുന്നു. ಯಾಕೆಂದ್ರೆ ಅಲ್ಲಿ ರಕ್ತವು ಮುದ್ರೆಯಾಗಿತ್ತು. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. ആമേൻ. ഹല്ലേലൂയ. മടുത്തോ? അത്യാവശ്യം അമ്മേ പ്രായമുള്ളവർ വല്ലവർക്കും പുറത്ത് പോയിട്ട് വരണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. വല്ലോ ആമേൻ. ആമേൻ. വിമിഷ്ടം വല്ലവരും ഉള്ളതുണ്ടെങ്കിൽ ആമേൻ. 3 മണിക്കൂറായിട്ടില്ല. ആമേൻ. 2.25 മണിക്കൂറായുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ആമേൻ. യേശുവിന്റെ രക്തം, ಯೇಸುವಿನ ರಕ್ತವು, യേശുവിന്റെ നാമം ಯೇಸುವಿನ ನಾಮವು ധരിച്ചിരിക്കുന്നത്. ಧರಿಸಿಕೊಂಡಿರುವುದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമങ്ങളിൽ ಹಳೆ ಉಡಂಬಡಿಕೆಯಲ್ಲಿ സ്വാതന്ത്ര്യത്തിൽ ഓടിപ്പോയി കയറാൻ ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ಓಡೋಗಿ ಹತ್ತೋದಕ್ಕೆ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. ಹಾಲೆಲೂಯ ಸಂಕೇತ ನಗರಗಳಿತ್ತು. സ്വാതന്ത്ര്യത്തിന് പാർക്കാൻ ಅಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನಕ್ಕೆ ವಾಸ ಮಾಡುವುದಕ್ಕೆ മരുഭൂമിയിൽ പാളയം ഉണ്ടായിരുന്നു. ಅಲ್ಲಿ ಅರಣ್ಯದಲ್ಲಿ ಪಾಳಯವಿತ್ತು. ആമേൻ. ಆಮೆನ್. പുതിയ നിയമസഭയിൽ ಹೊಸ ಉಡಂಬಡಿಕೆ ഒരു ಸಭೆಯಲ್ಲಿ ദൈവ പൈതലിനെ ಒಂದು ದೇವರ ಮಗುವಿಗೆ രക്ഷിക്കുന്ന ഘടകം ಹಾಲೆಲೂಯ ರಕ್ಷಿಸುವ ಆ അവൻ ಘಟಕವು സഭയ്ക്ക് അകത്ത് ആണെന്നുള്ള കാര്യമാണ്. ಆಮೆನ್. ಆತನ ಸಭೆ ಒಳಗಡೆ ಆಗಿದೆ ಎಂದದು. ചുമ്മാ വരുന്നവരെ കുറിച്ചല്ല പറയുന്നേ. ಸುಮ್ಮನೆ ಬರುವರನೆ ಕುರಿತಾಗಿ ಅಲ್ಲ ಹೇಳುತ್ತಾ ಇರುವುದು. ഒറിജിനൽ ആയിട്ട് സഭയ്ക്കകത്തായിരിക്കുന്നവർ. ಹಾಲೆಲೂಯ. ಪೂರ್ಣವಾಗಿ ಸಭೆ എത്രയോ പേര് ಒಳಗಡೆ ചുമ്മാ ಆಗಿರುವುದು. വന്നു പോകുന്നു. ಎಷ್ಟೋ ಜನರು ಸುಮ್ಮನೆ അവർക്കൊരു ಬಂದು ಹೋಗ್ತಾರೆ. സംരക്ഷണവും ഇല്ല, ഒന്നുമില്ല. അവർക്ക് ಏನು സംരಕ್ಷಣೆ ಇಲ್ಲ, ಏನಿಲ್ಲ. Praise the Lord. ಆಮೆನ್. ആമേൻ. യേശുവിന്റെ ശരീരമാണ് തന്റെ സഭ. ಆಮೆನ್. ಯೇಸು ಕ್ರಿಸ್ತನ ಶರೀರವಾಗಿದೆ ಆತನ നിങ്ങളെ ಸಭೆಯು. തൊടുന്നവർ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ಆಮೆನ್. ಹಾಲೆಲೂಯ. ನಿಮ್ಮನ್ನು ಮುಟ್ಟುವವರನ್ನ ഈ ಆತನ കൂടാരത്തോട് ಕಣ್ಣಿನ ബാധ ಕೃಷ್ಣ അടുക്കാതിരിപ്പാൻ ಈ കൂടാರಕ್ಕೆ ಯಾವುದೇ ಬಾಧೆಯನ್ನು സങ്കേത നഗരമായ സഭയ്ക്കകത്തായിരിക്കണം നമ്മൾ ആയിരിക്കേണ്ടത്. ಆಮೆನ್. ಸಂಕೇತ ನಗರವಾಗಿದೆ, ಸಭೆ ಒಳಗಡೆ ಆಗಿದೆ ನೀವು ಆಗಿರುವುದು. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP തരുന്ന സംരക്ഷണത്തെ കുറിച്ചല്ല പറയുന്നത്. ಆಮೆನ್. ಹಾಲೆಲೂಯ. ಯಾವುದೇ ವಿಧವಾದ ಕಮ್ಯುನಿಸ್ಟ್ ಕಾಂಗ್ರೆಸ್ ಅವರು ಕೊಡದ ಪ್ರೊಟೆಕ್ಷನ್ ಕುರಿತಲ್ಲ ಹೇಳ್ತಾ ಇರುವುದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സഭയ്ക്കകത്ത് ക്രിസ്തു വെച്ചിരിക്കുന്ന മറവ്. ಆಮೆನ್. ಹಾಲೆಲೂಯ. ಸಭೆ ಒಳಗಡೆ ಕ್ರಿಸ್ತನಿಟ್ಟಿದ ಮರಗಳುಂಟು. സ്തോത്രം. ಆಮೆನ್. നമ്മളെ രക്ഷിക്കുന്ന ഘടകങ്ങളാണ്. ಆಮೆನ್. ನಮಗೆ ರಕ್ಷಣೆ ಕೊಡುವ ಘಟಕಗಳಾಗಿದೆ. ദൈവത്തിന്റെ സാന്നിധ്യം. ದೇವರ ಸಾನ್ನಿಧ್ಯವು. Praise the Lord. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. ദൈവ സാന്നിധ്യം. ದೇವರ ಸಾನ್ನಿಧ್ಯ. സാന്നിധ്യത്തിൽ നിൽക്കണം. ನಾವು ಸಾನ್ನಿಧ್ಯ ಒಳಗಡೆ ನಿಲ್ಲಬೇಕು. Praise the Lord. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಸ್ತೋತ್ರ. ദൈവത്തിന്റെ ദൂതന്മാർ ದೇವರ ದೂತರುಗಳು നമ്മുടെ കാവലാളികളാണ്. ಆಮೆನ್. ನಮಗೆ ಕಾಯುವರು. സേവകാത്മാക്കളാണ്. ಅವ ನಮಗೆ ಸೇವೆ ಮಾಡುವ ಆತ್ಮಗಳು. Praise the Lord. ಆಮೆನ್. വിശ്വാസത്തിന്റെ വചനം ಆಮೆನ್. ನಂಬಿಕೆಯ നമ്മളെ ವಾಕ್ಯಗಳು. സംരക്ഷിക്കുന്ന ഘടകമാണ്. ಆಮೆನ್. ನಮ್ಮನ್ನು ശ്രദ്ധിക്കുക. ರಕ್ಷಿಸುವ ಘಟಕಗಳಾಗಿದೆ. ശ്രദ്ധിക്കുക. ಶ್ರದ್ಧೆಯಿಂದ യേശുവിന്റെ നാമം, ಯೇಸುವಿನ ಹೆಸರು, യേശുവിന്റെ രക്തം, ಯೇಸುವಿನ ರಕ್ತವು, ദൈവത്തിന്റെ ദൂതന്മാർ, ದೇವರ ದೂತರುಗಳು, ദൈവത്തിന്റെ സഭ, ದೇವರ ಸಭೆಯು, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം, ಆಮೆನ್. ದೇವರ ഇത് നിങ്ങളെ ಸಾನ್ನಿಧ್ಯವು, കവർ ചെയ്യുന്ന ഘടകങ്ങളാണ്. ಆಮೆನ್. ಇದೆಲ್ಲ ನಿಮ್ಮನ್ನ ಪ್ರೊಟೆಕ್ಷನ್ ಮಾಡುವ ಘಟಕಗಳಾಗಿದ್ದಾರೆ. ಆಮೆನ್. പിശാച് നമ്മളെ അടിച്ച് ദൂരെ കളഞ്ഞാനെ. ಇಲ್ಲ ಅಂದ್ರೆ ಯಾವಾಗಲೂ ಸೈತಾನ ನಮ್ಮನ್ನ ಒಡೆದು ಬಿಸಾಕ್ ಬಿಡ್ತಾ ಇದ್ರು. സ്തോത്രം. ಆಮೆನ್. Praise the Lord. ಆಮೆನ್. ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 പ്രാവശ്യം ಒಂದು 50 ಸೇರಿ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ಹಾಲು ഇനി ആരും കയറാതിരുന്നേക്കല്ലേ. ഞാൻ ഓടിക്കുമ്പോൾ ഉറങ്ങിയാലും വണ്ടി ഇടിക്കത്തില്ല.
ദൈവത്തിന് സ്തോത്രം. ಗಾಡಿನ drive ഇങ്ങോട്ട് ಮಾಡುವಾಗ വന്ന് വണ്ടിയൊക്കെ ಎತ್ತರ ഇടിച്ചിട്ടുണ്ട്. ಮಾಡಿ ಹೋಗಿದೆ. ഇങ്ങോട്ട് വന്ന് വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയി ഇടിച്ചിട്ടുണ്ടോ നമ്മള്? ಹಾಲೆಲೂಯ. ನಮ್ಮ അങ്ങോട്ട് ಗಾಡಿಯಲ್ಲಿ ಬಂದು അങ്ങോട്ട് ಬೇರೆ ಗಾಡಿ ಗೊತ್ತಿಲ್ಲ, അങ്ങോട്ട് ನಮ್ಮ പോയിട്ട് ಗಾಡಿ ഞാൻ ಹೋಗಿ ഇതുവരെ ಗೊತ್ತಿಲ್ಲ. ഇടിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ കൃപയാൽ. ಅಲ್ಲ, ನಮ್ಮ ಗಾಡಿ ಹೋಗಿ ಸ್ತೋತ್ರ. ಯಾರನ್ನ ಗೊತ್ತಿಲ್ಲ Praise the ಇದುವರೆಗೆ. Lord. ಆಮೆನ್. ആമേൻ. ഒരു 50 പ്രാവശ്യം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ಒಂದು 50 ಸರಿ ಆದ್ರಲ್ಲಿ ನಾನು ಗಾಡಿ ಓಡಿಸುವಾಗ ನಿದ್ರೆ ಮಾಡಿದ್ದೀನಿ. മുമ്പിലുള്ള വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ಅಲ್ಲಿ ಮುಂದೆ ಇರುವ ಗಾಡಿ ಹತ್ರ ആരോ ಹೋಗಬೇಕು. എന്നെ തട്ടി എഴുന്നേൽപ്പിക്കും. ಆಮೇ, ಯಾರೋ ನನ್ನನ್ನು ತಟ್ಟಿ ಎಬ್ಬರಿಸುತ್ತಾರೆ. അത് യഹോവയുടെ ബലമുള്ള നാമമാണ്. ಆಮೇ, ಅದು ಯೆಹೋವನ ಬಲವಿರುವ ಕರವು. ദൂതന്മാർ കാവലാളികളായി. ಆಮೇ, ದೂತರುಗಳು ನಮಗೆ ಕಾವಲು രക്തം നമുക്ക് മറവത്രേ. ಆಮೇ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ അതില്ല. ഇപ്പൊ അത് വലിയ കാര്യമായിട്ടില്ല ഉറക്കം. കാരണം എനിക്ക് തൈറോയ്ഡ് രോഗമാണെന്ന് ഡോക്ടർമാർക്ക് അറിയത്തില്ലായിരുന്നു. തൈറോയ്ഡ് ഉണ്ടായിരുന്ന കാലത്ത് ഉറങ്ങിപ്പോയി. ഇപ്പൊ അത് അങ്ങനെ ഇല്ല. അത് എടുത്തു കളഞ്ഞല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. അപ്പോൾ ആമേൻ. എന്തിനാ ഉറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കും? വീട്ടിൽ ഉറങ്ങാത്തോണ്ടായിരിക്കും ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങുന്നത് വിചാരിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. ಮನೆಯಲ್ಲಿ ನಿದ್ರೆ ಮಾಡದಿರುವ ಮೂಲಕ ಡ್ರೈವಿಂಗ್ ಮಾಡುವಾಗ ನಿದ್ರೆ ಮಾಡ್ತಾರೆ ನಾವು ಸ್ತೋತ್ರ. ತಿಳ್ಕೋಬಾರದು. മനസ്സിലാവുന്നുണ്ടോ? പുറകില് ಅರ್ಥವಾಗ್ತಾ ಇದ್ರೆ പുറകിൽ മനസ്സിലാവുന്നുണ്ടോ? ಹಿಂದಗಡೆ ಇರೋರಿಗೆ ಅರ್ಥವಾಗ್ತಾ എന്താന്ന് ಇದೆ. പറയുന്നറിയാമോ? ಏನಾಗಿದೆ ಹೇಳ್ತಾ ಇರೋದು ಗೊತ್ತಾ? ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വിവിധങ്ങളായ രീതിയെ കുറിച്ച് പറയുകയാണ്. ಆಮೇ, ದೇವರದ ಸಂರಕ್ಷಣದ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ രീതികളെ കുറിച്ച് പറയുകയാണ്. ದೇವರ ಸೌಖ್ಯದ ರೀತಿಗಳ ಕುರಿತಾಗಿ ಹೇಳ್ತಾ ಇದ್ದೀನಿ. യെരമ്യാ പ്രവാചകൻ ഒരു വാക്ക് പറയുന്നുണ്ട്. ಯೆರೆಮೀಯ ಪ್ರವಾದಿ ಒಂದು ಮಾತನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. 8-ാം അധ്യായം 8ನೇ ಅಧ್ಯಾಯ 26-ാം വാക്യമായിരിക്കും. ഒന്ന് വായിച്ചേ. 26ನೇ ವಾಕ್ಯವು. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് വായിച്ചേ. 22-ാം വാക്യം. സോറി, 22. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കോ? ಆಮೇ, ಶ್ರದ್ಧೆಯಿಂದ ಇರಿ. ഇവിടെ ശ്രദ്ധിക്കുക. ಹಲ್ಲೆಲೂಯ. ಶ್ರದ್ಧೆಯಿಂದ ನೋಡಿ. ഈ ഒരു വാക്യം കൂടി പറഞ്ഞങ്ങ് പ്രാർത്ഥിക്ക് നിർത്താൻ പോവാ. ಆಮೇ, ಹಾಲೆ ಇದೊಂದು ಮಾತು ಕೂಡ ಹೇಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ನಿಲ್ಲಿಸ್ತೀನಿ. ആമേൻ. ಆಮೇನ್. ഗിലെയാദിൽ ಗಿಲಿಯಾದಲ್ಲಿ സുഗന്ധ തൈലമില്ലയോ? ಸುಗಂಧ ತೈಲ ಇಲ್ಲವೋ? ഗിലെയാദിൽ ಗಿಲಿಯಾದಿಲ್ വൈദ്യനില്ലയോ? ಅಲ್ಲಿ ವೈದ್ಯನಿಲ್ಲವೋ? പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಆಮೇನ್. ഗിലെയാദിലെ സുഗന്ധ തൈലം ആരാണ്? ಆಮೇ, ಗಿಲಿಯಾದಲ್ಲಿ ಸುಗಂಧ ತೈಲ ಯಾರಾಗಿದ್ದಾರೆ? ആമേൻ. ಆಮೇನ್. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ದೇವರ ವಾಕ್ಯವನ್ನು ಹೇಳ್ತಾ ಇದ್ದಾರೆ. അവന്റെ നാമം പകർന്ന തൈലം പോലെയുണ്ട്. ಆಮೇ, ಆತನ ನಾಮವು ಹಲ್ಲೆಲೂಯ ಆ ಸುರಿದ ತೈಲ. ഉത്തമഗീതത്തിലാ പറയുന്നേ, അവന്റെ നാമം എങ്ങനെയുണ്ട്? ಸಾಂಗ್ ಆಫ್ ಸೊಲೊಮನ್ ಹೇಳ್ತಾರೆ, ಆತನ അതിവിലയേറിയ ഒരു കൽഭരണിക്കകത്ത് നിന്ന് സുഗന്ധം ആമെ പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചുവിട്ടാൽ ആ മണം പരക്കുന്ന പോലെ യേശുവിന്റെ നാമത്തിന്റെ സൗഖ്യത്തിന്റെ സാക്ഷി. അവന്റെ നാമം പകർന്ന തൈലം പോലെയുണ്ട്. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? ಆಮೇ, ಹಾಲೆ ಒಂದು ಬೆಲೆ ಇರುವ ಕಲ್ ಹಲ್ಲೆಲೂಯ ಭರಣಿಯಲ್ಲಿ ಹಾಕಿರುವ ಸುಗಂಧ ತೈಲವು ಅದು ಓಡದು. ಹಲ್ಲೆಲೂಯ ಆಚೆ ಹಾಕಿದ್ರೆ ಅದು ಹೇಗೆ ಸುಗಂಧ ವಾಸನೆ ಹರಡುತ್ತಿರೋ ಹಾಗೆ ಯೇಸುವಿನ ಹೆಸರು ಹಲ್ಲೆಲೂಯ ಅದಕ್ಕೆ ಗಿಲೆಯಾದಲ್ಲಿ ಸುಗಂಧ ತೈಲವಿಲ್ಲವೋ ಎಂದು ಕೇಳ್ತಾ ಇದ್ದಾರೆ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. ഉത്തമഗീതം പഠിക്കുക. ಆಮೇ, ಸಾಂಗ್ ಆಫ್ ಸೊಲೊಮನ್ ನಾವು ಕಲಿತಾ ಇದ್ದೀವಿ. പ്രാർത്ഥനയോടെ പഠിക്കണം. ಆಮೇ, ಪ್ರಾರ್ಥನೆಯಿಂದ ಕಲಿಬೇಕು. സ്തോത്രം. ಆಮೇ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ಅಲ್ಲಿ ಬರ್ದಿದ್ದು അവന്റെ നാമം ಆತನ ಹೆಸರು പകർന്ന തൈലം പോലെയുണ്ട്. ಹಲ್ಲೆಲೂಯ ಸುರಿದ ತೈಲವೆಂದೇ ಇದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಆಮೆನ್. അപ്പോൾ ഗിലെയാദിലെ വൈദ്യൻ ആരായിരിക്കും? ಹಾಗಿದ್ದರೆ ಗಿಲಿಯಾದಲ್ಲಿನ ವೈದ್ಯನು ಯಾರಾಗಿರಬಹುದು? ഗിലെയാദിലെ വൈദ്യൻ ಗಿಲಿಯಾದಿನ ವೈದ್ಯನು അത് യേശു കർത്താവാണ്. ಆಮೇ, ಅದು ಯೇಸು ಕರ್ತನಾಗಿದ್ದಾನೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗിലെയാദിലെ വൈദ്യൻ ಗಿಲಿಯಾದಿನ ವೈದ್ಯನು ഇസ്രായേലിന്റെ മണ്ണിലൂടെ പോയപ്പോൾ ಇಸ್ರಾಯೇಲ್ನ ಮಣ್ಣಲ್ಲಿ ನಡ್ಕೊಂಡು ಹೋಗುವಾಗ അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. ಆಮೇ, ಆತನ ಮುಟ್ಟಿದವರು ಆತನ ಮುಟ್ಟಿದವನು ಸೌಖ್ಯವಾಗಿತ್ತು. അവനൊരു സുഗന്ധ വാസനയായിരുന്നു. ಆಮೇ, ಆತನೊಂದು ಸುಗಂಧ ವಾಸನೆಯಾಗಿತ್ತು. എല്ലാ രോഗികളെയും കൊണ്ടുവന്നു. ಎಲ್ಲಾ ರೋಗಿಗಳನ್ನು ಕರ್ಕೊಂಡು എല്ലാ ബാധിതരെയും കൊണ്ടുവന്നു. ಎಲ್ಲಾ ಬಾಧೆಗಳನ್ನು ತಗೊಂಡ್ಬಂದ್ರು. എല്ലാ കുഷ്ഠരോഗികളെയും കൊണ്ടുവന്നു. ಎಲ್ಲಾ ಕುಷ್ಠರೋಗಗಳನ್ನ ಕರ್ಕೊಂಡ್ಬಂದ್ರು. എല്ലാ ആമേൻ അശുദ്ധാത്മാക്കളെ കൊണ്ടുവന്നു. ಎಲ್ಲಾ ಅಶುದ್ಧಾತ್ಮಗಳನ್ನು അവന്റെ ಕರ್ಕೊಂಡ್ಬಂದ್ರು. നാമം അവർക്ക് സുഗന്ധതൈലം പോലെയായിരുന്നു. ಆಮೇ, ಆತನ ನಾಮವು ಅವರಿಗೆ ಸುಗಂಧ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ಆಗಿತ್ತು. എന്റെ യേശുവിന് മഹത്വം. ಆಮೇ, ನನ್ನ എന്റെ ಯೇಸುವಿಗೆ കർത്താവിന്റെ ನನ್ನ മഹത്വം. ಕರ್ತನಿಗೆ എനിക്ക് ಮಹಿಮೆ. സ്നേഹിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ, ನನಗೆ ಪ್ರೀತಿ എനിക്ക് ಮಾಡಕ್ಕೆ ആശ്രയിക്കാൻ ಒಬ್ಬನಿದ್ದಾನೆ. പറ്റിയ ഒരാളുണ്ടെങ്കിൽ, ನನಗೆ ಪರಮೇಶ್ವರನಿಗೆ എനിക്ക് ಒಬ್ಬನಿದ್ದಾನೆ. വിശ്വസിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ನನಗೆ ನಂಬುವುದಕ್ಕೆ അതെന്റെ ಒಬ್ಬನಿದ್ದಾನೆ. കർത്താവ് ಅದು മാത്രമാണ്. ನನ್ನ ಕರ್ತನು ಮಾತ್ರ.
യെരമ്യാവ് അവന്റെ താഴെ എഴുതിയിരിക്കുകയാണ്, എന്റെ ജനത്തിന്റെ മുറിവുകൾ കെട്ടുവാൻ, ನನ್ನ ಜನರ ಗಾಯಗಳನ್ನು ಕಟ್ಟುವುದಕ್ಕೆ, അവരുടെ വേദന കെട്ടുവാൻ. ആമേൻ, അവരുടെ നോവുಗಳನ್ನು ഗിലെയാദിൽ ഒരു വൈദ്യനില്ലേ? ഗിലെയാദിൽ ഒരു വൈദ്യനില്ല. അവൻ ഒഴുക്കുന്ന സുഗന്ധതൈലം ഉണ്ടോ? ഹല്ലേലൂയ. ಅಲ್ಲಿ ಸುಗಂಧ ഇന്ന് പകൽക്കാലം പറയുകയാണ്, തകർത്തുന്ന വേളയിൽ ಹೇಳ್ತಾ ಇದ್ದಾರೆ, യഹോവ റാഫ, യഹോവ റാഫ, I am the healer. I am the healer. Praise the Lord. ആമേൻ. ഞാനാണ് സൗഖ്യമാക്കുന്നവൻ. ഞാനാകിതെ സൗഖ്യമാക്കുന്നവൻ. യേശുവാണ്. യേശുവാകിതെ. യേശു അത്രേ. യേശുവാകിതെ. യേശു മാത്രമാണ് യേശു മാത്രമാണ് ആ സൗഖ്യത്തിന്റെ കരം. ആത്തന സൗഖ്യത്തിന്റെ ഇപ്പോൾ ഈഗലേ, ഇപ്പോൾ ഈഗലേ, ദൈവമേ ദൈവമേ, നിങ്ങൾ സഭയ്ക്കകത്തേക്ക് നീട്ടണേ. നിങ്ങൾ ജനത്തെ സൗഖ്യമാക്കുക. ജനത്തെ സൗഖ്യമാക്കുക. എവിടെയെല്ലാം രോഗികളുണ്ടോ രോഗികളെല്ലാം അവിടെയെല്ലാം ഇവിടെ സംഭവിക്കട്ടെ. ಬಿಡುಗಡೆಯನ್ನು ഇപ്പോൾ തന്നെ ഈഗലേ, ദൈവപ്രവൃത്തി വെളിപ്പെടുകയോ. ದೇವರ ಕ್ರಿಯೆಗಳು ಪ್ರಕಟವಾಗ್ತಾ ಇದೆ. സൗഖ്യത്തിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിച്ച്, എല്ലാരും പ്രാർത്ഥിച്ച്. നമ്മുടെ കർത്താവ്, ನನ್ನ ಕರ್ತನು. ಆಮೆನ್. ಉಡಗಾಬರಾದ ರಾಜಗಳ ಪರೀದರ ಶವಾರ. ಓರಿ ಬಾಬಾ ಬಾಬಾ ಶಾಗವಾರ. ಆರವಲ್ ಕನವರಗಳ ಕಡಿವಾರಗ ಶ್ವಾಸ. ಆಮೆನ್. ഒറ്റ വാക്കും കൂടെ പറഞ്ഞു നിർത്താം. ಒಂದು ಮಾತು ಕೂಡ ಹೇಳಿ ನಿಲ್ಲಿಸುತ್ತೀನಿ. യെശയ്യാവ് ಯೆಶಾಯನು യേശുവിനെ കാണുമ്പോൾ ಯೇಸುವಿನ ನೋಡಬೇಕಂದ್ರೆ ഇങ്ങനെയാണ് എഴുതിയത്. ಹೀಗೆ ಬರೆದಿದ್ದಾನೆ. 53-ാം അധ്യായത്തിൽ 53ನೇ ಅಧ್ಯಾಯದಲ್ಲಿ അവൻ, ಆತನು, ശ്രദ്ധിക്കൂ, ನೀವು ಶ್ರದ್ಧೆಯಿಂದ വിശ്വാസത്തോടെ കേൾക്കണം, ನಂಬಿಕೆಯಿಂದ ಕೇಳಬೇಕು. വചനം ആണ് പറയുന്നത്. ವಾಕ್ಯವಾಗಿದೆ ಹೇಳ್ತಾ ಇದೆ. അവൻ ಆತನು നമ്മുടെ വേദനകൾ വഹിച്ചു, ನಮ್ಮ ನೋವುಗಳನ್ನು ಹೊತ್ತಿಕೊಂಡಿದ್ದಾನೆ, നമ്മുടെ ನಮ್ಮ രോഗങ്ങൾ ರೋಗಗಳನ್ನು ചുമന്നു. ಅಲ್ಲಿ ಒತ್ತಿಕೊಂಡನು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അടുത്ത പദം പറയുന്നു, ನೆಕ್ಸ್ಟ್ ಪದವನ್ನು ಹೇಳ್ತಾ ಇದೆ. അവന്റെ അടിപ്പിണരുകളാൽ ಆತನ ಹಲ್ಲೆಲೂಯ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. ನಮಗೆ ಸೌಖ್ಯವನ್ನು ഇത് ಬಂದಿದೆ. ഡോക്ടറിനാണ്. ಇದೊಂದು ಉಪದೇಶವಾಗಿದೆ. സ്തോത്രം. ഇത് ഉപദേശമാണ്. ಇದೊಂದು ಉಪದೇಶವಾಗಿದೆ. അവന്റെ അടിപ്പിണരാൽ ಆತನ ಬಾಸುಂಡಗಳಿಂದ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ನಿಮಗೆ ಸೌಖ್ಯವನ್ನು ಬಂದಿದೆ. ആ പത്രോസ് അത് എടുത്തു പറയുന്നുണ്ട്. ಆ ಪೇತ್ರನು ಅದು ಮತ್ತೆ ಹೇಳ್ತಾ നാം ಇದ್ದಾರೆ. എല്ലാം തെറ്റി വീഴുന്ന ആടുകളെ പോലെയായിരുന്നു. ನಾವೆಲ್ಲ ತಪ್ಪಿ ಹೋಗಿದ ಕುರಿಮರಿಗಳಂತೆ ಇದ್ದು. എന്നിട്ട് അവിടെ പറയുകയാണ്, ನಂತರವಾಗಿ ಅವನು ಹೇಳ್ತಾ അവന്റെ ಇದ್ದಾನೆ, അടിപ്പിണരാൽ ಆತನ നിങ്ങൾക്ക് ಬಾಸುಂಡಗಳಿಂದ സൗഖ്യം കൈവന്നിരിക്കുന്നു. ನಿಮಗೆ ಸೌಖ್ಯವನ್ನು ಬಂದಿದೆ. രണ്ട് സൗഖ്യമാണ്. ಎರಡು ಸೌಖ್ಯವಾಗಿದೆ. ഒന്ന് പാപത്തിന്റെ സൗഖ്യം, ಆಮೇಲೆ ಒಂದು ಪಾಪದಿಂದ രണ്ട് ಸೌಖ್ಯ. രോഗത്തിന്റെ സൗഖ്യം. ಎರಡು ರೋಗಕ್ಕೆ ಸೌಖ್ಯ. രണ്ട് വിധത്തിലുള്ള സൗഖ്യമാണ്. ಎರಡು ವಿಧದಲ್ಲಿ ಇರುವ ഒന്ന് ಸೌಖ್ಯ. പാപത്തിന്റെ സൗഖ്യം, ಒಂದು ಪಾಪದಿಂದ രണ്ട് രോഗത്തിന്റെ സൗഖ്യം, ಎರಡು ರೋಗಕ್ಕೆ ആ ಸೌಖ್ಯ. കൂടെ മാനസിക സൗഖ്യം. ಅದ್ರ ಜೊತೆಲಿ ഗിലെയാദിലെ ಮಾನಸಿಕವಾದ വൈദ്യ, ಸೌಖ್ಯ. ಗಿಲೆಯಾದಿನ ವೈದ್ಯನೇ, അങ്ങയുടെ കുഴമ്പ് തൈലം എവിടെ? ಆಮೇಲೆ ನಿಮ್ಮ ಸುಗಂಧ ತೈಲವು ಎಲ್ಲ ಆಗಿದೆ. സിയോനിലേക്ക് അത് ഊറ്റണമേ. ಸಿಯೋನ ಮೇಲೆ ಅದು ಸುರಿಸಿರಿ. ഗിലെയാദിൽ ഊറ്റിയ പ്രകാരം ಆಮೇಲೆ ಗಿಲೆಯಾದಲ್ಲಿ അങ്ങയുടെ ಸುರಿಸಿರಿ. ജനത്തിന്റെ ഉള്ളിലേക്ക് അത് ഊറ്റണമേ. ನಿಮ್ಮ ಜನರ ಮೇಲೆ ಅದು ಸುರಿಸಿ. എവിടെയല്ലോ മനം തകർന്ന് കിടക്കുന്നു, ಎಲ್ಲೆಲ್ಲೋ ಮನ ಓಡ್ತಾ ಇದೆ. എവിടെയല്ലോ മുറിവുകളുണ്ടോ, ಎಲ್ಲೆಲ್ಲೋ ಗಾಯಗಳಿದೆಯೋ, അടിപ്പിണരുകളാൽ, ಆಲೆ ಬಾಸುಂಡಗಳಿಂದ, ചാട്ടവാറുകളാൽ ಆಲೆ ಮರ್ತಗಳಿಂದ, അടിക്കപ്പെട്ട ಒಡೆಯಲ್ಪಟ್ಟ, പൊന്നു ദേഹമേ, ഹല്ലേലൂയ, ആ രക്തം, ആ രക്തം, ആ മുറിവുകൾ ആ ഗായങ്ങൾ എന്റെ സൗഖ്യത്തിനാകയാൽ എന്റെ സൗഖ്യത്തിനായി കാൽവരിയാൽ കാൽവരി ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. ಆಮೇಲೆ ಈಗ ಬಿಡುಗಡೆಯನ್ನು ನಡೆಯಲಿ. ഓരവല ശബലഘടക ജലഘടയ പ്രവാദിയ നസ്രായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. നസ്രായ എല്ലാ പോരും യേശുവിന്റെ അഴിയട്ടെ, എല്ലാ ദുഷ്ടന്റെ ಹೋರಾಟಗಳು തീയമ്പകൾ അഴിയട്ടെ, ആമേൻ. ദുഷ്ടന്റെ ബാധകൾ ഒഴിഞ്ഞു പോട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. അശുദ്ധാത്മാക്കൾ വിട്ടുമാറട്ടെ, അശുദ്ധാത്മാക്കളെ വിട്ടുമാറട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ, രോഗികളെ വിട്ടുമാറട്ടെ. രോഗശൈലികൾ മാറ്റിവിരിക്കുക ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ಹೆಸರಿನಲ್ಲಿ, യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ ಹೆಸರಿನಲ್ಲಿ, യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ ಹೆಸರಿನಲ್ಲಿ, യേശുവിൻ നാമത്തിൽ. യേശുവിನ ನಾಮದಲ್ಲಿ. ಆಮೆನ್. ಜೀಸಸ್. ಅರ್ಥಲ್ ಚೂಡರಬಲ್ ഊടമാന സമ്പല രഹസ്യാരകടയ ಅಧರಗಡದು ಬಲಾಗರವಶ റൂഹോരിയൽ ഖടതിരാജകടയ അംഭുരാജകരാജകടയ പ്രബലകടയ ഉറഖമാനിയൽ ഖടത്തെ ആരാധിച്ച് ഇവിടെ ഏറ്റെടുത്ത് രോഗികൾക്കായി പ്രാർത്ഥിച്ച്, രോഗികൾക്കായി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വീട്ടിലെ രോഗിക്കായി പ്രാർത്ഥിച്ച്, രോഗശൈലിയിൽ കിടക്കുന്നവർക്കായി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ സഹോദരനായി പ്രാർത്ഥിച്ച്, സഹോദരിക്കായി പ്രാർത്ഥിച്ച്, ശുശ്രൂഷകർക്കായി പ്രാർത്ഥിച്ച്, എവിടെയെല്ലാം രോഗികളുണ്ടോ അവരെല്ലാം വഹിച്ച് ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. ಈಗ ಸೌಖ್ಯವನ್ನು ನಡೀತಾ ಇದ್ದಾರೆ. ಹalleluya. ಅರ್ಥಲಾದ ರಾಜಿ ಬಲ್ಕಡ ಬಲಗನಗರ ವರ್ಷ ಅದರ ಗಡದ ರಾಜ ಕಲ್ಪರಿದ ಲಗನಗರ ವರ್ಷ